ഹലോ മച്ചുമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. രണ്ടാം ലോക മഹായുദ്ധം. ഹിറ്റ്ലറും അയാളുടെ നാസി പടയാളികളും യുദ്ധമെന്ന പേരിൽ യൂറോപ്പിൽ നരനായാട്ടായിരുന്നു നടത്തിയിരുന്നത്. ആ യുദ്ധത്തിൽ ഹിറ്റ്ലർ തോറ്റു. എന്നാൽ എങ്ങനെയാണ് ഹിറ്റ്ലർ തോറ്റത്? വലിയ മാരകമായ ആയുധങ്ങൾ വെച്ച് അല്ലെങ്കിൽ ബോംബുകൾ ഉപയോഗിച്ച് ഒന്നുമല്ല, ജീനിയസ് ആയിട്ടുള്ള 6 സയന്റിസ്റ്റുകളെ ഉപയോഗിച്ചാണ്. വേണമെങ്കിൽ ആ കാലഘട്ടത്തിലെ ഹാക്കർമാർ എന്ന് പറയാം. ഇനി നിങ്ങളൊരു കാര്യം അറിയണം, ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഈ ഒരു സിനിമ വെറും ഒരു സിനിമയല്ല, യഥാർത്ഥ സംഭവമാണ്. അപ്പൊ നേരെ നമുക്ക് ആ ഒരു കഥയിലേക്ക്, അല്ല യഥാർത്ഥ സംഭവത്തിലേക്ക് തന്നെ പോവല്ലേ. പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക കേട്ടോ. സിനിമയുടെ ആരംഭത്തിൽ അലൻ ട്യൂറിംഗ് എന്നൊരു സയന്റിസ്റ്റിനെ ഒരു ഡിറ്റക്റ്റീവ് ചോദ്യം ചെയ്യാനായിട്ട് അവിടെ സ്റ്റേഷനിലെ ചെയറിൽ ഇരുത്തിയിരിക്കുകയാണ്. എന്നാൽ ആ ഒരു ഡിറ്റക്റ്റീവിനോട് അലൻ ഒരു കാര്യം പറയുന്നുണ്ട്. എന്നെ നിങ്ങൾ പൂർണ്ണമായിട്ടും വിലയിരുത്തുന്നതിന് മുന്നേ ആയിട്ട് ചില കാര്യങ്ങൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. സോ ഡിറ്റക്റ്റീവുമായിട്ട് അലൻ സംസാരിക്കുന്ന ഈ ഒരു കാര്യം കാണിച്ചുകൊണ്ടാണ് സിനിമ ആരംഭിക്കുന്നത്. ഇവിടെ സീൻ കട്ടായി കുറച്ച് വർഷം പിന്നിലേക്ക് നമ്മളെ കൊണ്ടുപോവാണ്. വർഷം 1951 ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിൽ കാണിക്കുകയാണ്. അവിടെ തന്നെ ഒരു വീട്ടിൽ മോഷണം നടന്നിട്ടുണ്ട്. മോഷണം നടന്ന കാര്യം വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ആ വീട്ടിന്റെ ഉടമസ്ഥനായിരുന്നില്ല, പകരം അയൽവാസിയായിട്ടുള്ള സ്ത്രീയായിരുന്നു. വീട്ടിൽ വെച്ച് എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഡിറ്റക്റ്റീവ് നോക്കും അദ്ദേഹത്തിന്റെ സംഘവും കൂടെ ഇങ്ങോട്ടേക്ക് അന്വേഷിക്കാൻ വന്നിട്ടുണ്ട്. ആ വീട് അത് മറ്റാരുടേതും ആയിരുന്നില്ല, സയന്റിസ്റ്റ് ആയിട്ടുള്ള അലൻ ട്യൂറിംഗിന്റേതായിരുന്നു. അവിടെ എത്തി പരിശോധനയും കാര്യങ്ങളെല്ലാം ചെയ്ത സമയത്ത് പ്രത്യേകിച്ച് തെളിവോ കാര്യങ്ങളൊന്നും ഈ ഒരു ഡിറ്റക്റ്റീവിന് കിട്ടുന്നില്ല. ഒരു കൂസലും ഇല്ലാതെ അലൻ അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഡിറ്റക്റ്റീവ് നോക്ക് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കറിയോ ആരാ മോഷണം നടത്തിയെന്ന്? അലനിപ്പോ അറിയില്ല എന്ന് പറഞ്ഞത് മാത്രമല്ല, അയാളെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനും പറ്റില്ല എന്ന് പറയാണ്. പിന്നെ എനിക്ക് കംപ്ലൈന്റും ഇല്ല എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ട് പോയിക്കാന്ന് പറയാണ്. എന്തായാലും ഇവിടെ വെച്ച് മറ്റൊന്നും ഈ ഒരു ഡിറ്റക്റ്റീവിന് ചെയ്യാനില്ലല്ലോ. എന്നാൽ ഡിറ്റക്റ്റീവിന് നന്നായിട്ടൊരു സംശയം തോന്നി തുടങ്ങി. ഇവൻ എന്തോ ഒരു കാര്യം മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ സീൻ കെട്ടായി വീണ്ടും ഒരു 12 വർഷം പിന്നിലേക്ക് നമ്മളെ കൊണ്ടുപോവാണ്. വർഷം 1939. മാക്സിലെ തന്നെ അത്യാവശ്യം ജീനിയസ് ആയതുകൊണ്ട് അലന് ഒരു ക്ഷണം കിട്ടിയിരിക്കുകയാണ് ലണ്ടനിലേക്ക്. അവൻ നേരെ ലണ്ടനിലേക്ക് പോകുന്നുണ്ട്. ഈ ഒരു കാലഘട്ടത്തിലാണ് രണ്ടാം ലോക മഹായുദ്ധം ഭയങ്കരമായിട്ട് വ്യാപിക്കുന്നതും. യുദ്ധത്തിലിപ്പോ മേൽക്കോയ്മ നാസികൾക്കാണ്, അതായത് ജർമ്മൻകാർക്ക്. എന്തായാലും മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് അലനെ വിളിപ്പിച്ചില്ലേ, അവൻ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ഓഫീസിലെത്തി ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് കമാൻഡർ ഡെന്നിസ് വരുന്നുണ്ട്. ഈ കമാൻഡർ ഒരു പുതിയ ടീമിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് ആള് വേണം. സോ അതിലേക്ക് പറ്റിയ ഒരാളാണോ അലൻ എന്ന് നോക്കാനാണ് അവൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. അലൻ അത്ര നിസാരക്കാരനല്ല. 27ാമത്തെ വയസ്സിൽ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രൊഫസറായി വന്നിട്ടുണ്ട്. അതിനു പുറമെ 21ാമത്തെ വയസ്സിൽ ഒരു പേപ്പർ അവൻ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ആർക്കും പിടികിട്ടാത്ത ഒരു പ്രത്യേകതരം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു തിയറിയെ കുറിച്ചാണ് അവൻ അതിൽ പറഞ്ഞിരിക്കുന്നത്. 21ാമത്തെ വയസ്സിൽ അവൻ അങ്ങനെ ചെയ്യണമെങ്കിൽ ആള് ഭയങ്കര ബുദ്ധിമാനായിരിക്കുമല്ലോ. എന്തായാലും കമാൻഡർ ഇപ്പൊ അലനോട് സംസാരിക്കുന്ന സമയത്ത് അലൻ അത്ര വലിയ രസത്തിലല്ല സംസാരിക്കുന്നത്. അവന്റെ നാവിനൊരു ഇച്ചിരി പ്രശ്നമുണ്ട്, വെറുതെ വളവളാന്ന് സംസാരിക്കും. ഇത് ഇഷ്ടപ്പെടാത്ത കമാൻഡർ പറയാണ്, നിന്നേക്കാൾ പ്രഗത്ഭരായിട്ടുള്ള പല ആളുകളും ഇങ്ങോട്ടേക്ക് വന്നിട്ട് റിജക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം തന്നെ നന്നായിട്ട് ജർമ്മൻ ഭാഷ കൈകാര്യം ചെയ്യാവുന്ന ആള്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ്, അയാളുടെ സ്വഭാവ ദൂഷ്യം കൊണ്ട് അയാളെ ഞങ്ങൾ പുറത്താക്കി. എന്നാൽ ഇതേ സമയത്ത് തന്നെ അലൻ പറയാണ്, സർ ഈ ഒരു ജോലിക്ക് ജർമ്മൻ ഭാഷ അത്രയും ഇമ്പോർട്ടന്റ് ആണോ? പക്ഷെ എനിക്ക് ആ ഒരു ഭാഷ അറിയില്ല എന്ന് പറയാണ്. ഇപ്പൊ കമാൻഡർ പറയാണ്, എന്നാ പിന്നെ ഈ ഒരു ഇന്റർവ്യൂ ഇവിടെ വെച്ച് നിർത്താന്ന് പറയാണ്. കാരണം ജർമ്മൻകാരുടെ രഹസ്യ ഭാഷ അല്ലെങ്കിൽ മെസ്സേജ് അത് ഡീകോഡ് ചെയ്യാനുള്ള ഒരു ടീമിനെയാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ടീമിലേക്ക് ഈ ഭാഷ അറിയാത്ത ഒരുത്തനെ കൊണ്ടുവന്നിട്ട് വല്ല കാര്യമുണ്ടോ? എന്നാൽ പോകാൻ നിൽക്കുന്ന കമാൻഡറോട് അലൻ ഒരു കാര്യം പറയുന്നുണ്ട്, സാറേ അവർ ഉപയോഗിക്കുന്നത് സാധാരണയായിട്ടുള്ള ഒരു ഭാഷയല്ല, അത് കോഡാണ്, പസിൽസ് ആണ്. അത് ക്ലിയർ ചെയ്യാനായിട്ട് എനിക്ക് വല്ലാത്തൊരു താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു മൈൻഡാണ് എന്റേതും എന്ന്. ഇതൊന്നും കേൾക്കാതെ കമാൻഡർ പോകാൻ നിൽക്കുമ്പോൾ അലൻ ഒരു കാര്യം പറയുന്നുണ്ട്, എനിഗ്മ. ആ പേര് കേട്ട സമയത്തിന് കമാൻഡർ അവന്റെ അടുത്തേക്ക് വന്നിട്ട്, എന്താ നീ പറഞ്ഞത്, എനിഗ്മാന്നോ? അതെ സാറേ, ആ ഒരു മിഷന് വേണ്ടിയിട്ടാണ് നിങ്ങളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്ന് അറിയാം. ഉറപ്പായിട്ടും അവരുടെ ആ ഒരു രഹസ്യ നീക്കങ്ങൾ, എനിഗ്മ എന്ന ആ ഒരു കോഡ് ഭാഷ അത് ഡീകോഡ് ചെയ്തെടുക്കുന്നതിലൂടെ നമ്മൾ എന്തായാലും അത് മനസ്സിലാക്കും. ഞാൻ നിങ്ങളെ സഹായിക്കാം, അതിലൂടെ ഈ ഒരു യുദ്ധം നമുക്ക് നിർത്തലാക്കാനും കഴിയും എന്ന്. ഇത് കേട്ട കമാൻഡർ പറയാണ്, ഫ്രാൻസ്, റഷ്യ, അമേരിക്ക, ബ്രിട്ടൻ എല്ലാവരും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാര്യത്തെ വളരെ സിമ്പിൾ ആയിട്ട് നീ അങ്ങനെ ചെയ്തു തീർക്കുന്നു പറഞ്ഞാൽ എനിക്ക് അങ്ങനെ വിശ്വസിക്കാനൊന്നും പറ്റില്ല. അപ്പൊ അലൻ പറയാണ്, സാറേ ഒരു അവസരം തന്നു നോക്ക്. ഓക്കെ, അവസരം തരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എനിഗ്മ ആ ഒരു ഭാഷ ഡീകോഡ് ചെയ്യുന്ന ആ ഒരു ടീമിലേക്ക് അവനിപ്പോ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇവരുടെ മുന്നിലേക്ക് ജർമ്മൻ പട്ടാളക്കാരുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ച ഒരു എനിഗ്മ മെഷീൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു മെഷീൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ആ ഒരു രഹസ്യമായിട്ടുള്ള കോഡ് ഭാഷയിലുള്ള മെസ്സേജ് അയക്കുന്നത്. ഈ മെസ്സേജ് ജർമ്മൻകാർ അവരുടെ തന്നെ മറ്റൊരു പട്ടാള ടീമിന് അയക്കുന്ന സമയത്ത് ആ മെസ്സേജ് ഇവർക്ക് വളരെ നിസാരമായിട്ട് തന്നെ കിട്ടും. എന്നാൽ പ്രശ്നം എന്താണെന്നറിയോ? ആർക്കും തിരിയാത്ത ഒരു കോഡ് ഭാഷാ ഫോമിലാണ് ജർമ്മൻകാർ ഇത് എഴുതുന്നത്. ഒരു എനിഗ്മ മിഷനിൽ നിന്നും ഇത് മറ്റൊരു എനിഗ്മ മിഷനിലേക്ക് അയക്കുകയാണെങ്കിൽ ആ മിഷനിലൂടെ ആ ഒരു കോഡിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും. എന്നാൽ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേകതരം പാറ്റേൺ ഓൾറെഡി രണ്ടാമത്തെ എനിഗ്മ മിഷനിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവണം. എന്നാൽ ആ ഒരു പാറ്റേൺ എന്താണെന്ന് ഇവർക്കറിയില്ലല്ലോ. അത് ഇവർ കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ ഓരോ ദിവസവും ഇതുപോലെ ജർമ്മൻകാർ അയക്കുന്ന ആ ഒരു മെസ്സേജ് ഉണ്ടല്ലോ, ആ ഒരു കോഡ് ഭാഷയുണ്ടല്ലോ, അത് ഇവർ
ഡീകോഡ് ചെയ്തെടുക്കണം. രാവിലെ തന്നെ 6 മണിക്കാണ് ഇവരുടെ ഒരു മെസ്സേജിന്റെ തുടക്കം ഉണ്ടാവുക. പിന്നീടുള്ള ഓരോ മെസ്സേജുകളും രാത്രി വരെ സമയമുണ്ട്. 18 മണിക്കൂറിനുള്ളിൽ ആ ഒരു മെസ്സേജ് എന്താണെന്ന് വ്യക്തമായിട്ട് ഇവർ ഡീകോഡ് ചെയ്ത് അത് പട്ടാളക്കാർക്ക് പറഞ്ഞു കൊടുക്കണം. ഇത്രത്തോളം തലവേദന പിടിച്ചൊരു ജോലി ആ കാലത്ത് വേറെ ഉണ്ടാവില്ല. അത്രയും ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഹിറ്റ്ലറുടെ ജർമ്മൻ പട്ടാളക്കാര് അവരുടെ തന്നെ മറ്റൊരു കൂട്ടർക്ക് അയക്കുന്ന ഈ ഒരു മെസ്സേജിനെ ഡീകോഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, രണ്ടാമത്തെ എനിഗ്മ മിഷയില് ഒരു പ്രത്യേകതരം പാറ്റേൺ സെറ്റ് ചെയ്ത് വെക്കണമെന്ന്. പറ്റുമെങ്കിൽ ആ ഒരു പാറ്റേണും എന്താണെന്ന് ഇവർ കണ്ടുപിടിക്കണം. എന്നാൽ അതുപോലെ എത്ര പാറ്റേണുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് ചോദിച്ചു നോക്കിയപ്പോൾ ഇതിനെക്കുറിച്ച് ഓൾറെഡി റിസർച്ച് ചെയ്ത അലൻ ഏകദേശം 150 ശേഷം ഒരു 18 പൂജ്യം ഇട്ടാൽ എത്ര വരും, അത്രയും തന്നെ പാറ്റേണുകൾ നമ്മൾ ട്രൈ ചെയ്ത് നോക്കേണ്ടി വരും. ഒരു മനുഷ്യനെ കൊണ്ട് നടക്കുന്ന കാര്യമാണോ ഇത്? ഇതിനിടയിൽ അലൻ ഒരു കാര്യം പറയുന്നുണ്ട്, ഈ ഒരു വർക്ക് എന്തായാലും ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം, എനിക്ക് അതിനാണ് താല്പര്യം. പെട്ടെന്ന് അങ്ങോട്ടേക്ക് മറ്റൊരാൾ കടന്നു വരികയാണ്, സ്റ്റുവർട്ട്. MI6 എന്ന ഈ ഒരു വിങ്സിന്റെ ഹെഡ് ആയിട്ടുള്ള ഈ സ്റ്റുവർട്ട് വന്നിട്ട് പറയാണ്, അങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യേണ്ട, ഇത് ടീമായിട്ട് ചെയ്താൽ പോലും തീരാത്ത ജോലിയാണ്, ടീമായിട്ട് തന്നെ ചെയ്താൽ മതി എന്ന് പറയാണ്. ഈ ഒരു ടീമിൽ പ്രധാനമായിട്ടുള്ള മറ്റൊരാളാണ് ഹ്യൂഗ്, ജോണ്, പീറ്റർ. എന്തായാലും ഇവർ ടീമപ്പ് ആയിട്ട് തന്നെ ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. എന്നാൽ അലന് നന്നായിട്ട് അറിയാം ഒരിക്കലും ഒന്നും ഇവിടെ വെച്ച് നടക്കാൻ പോകുന്നില്ല. കാര്യം എന്താ വെച്ചാൽ 20 മിനിറ്റ് കൊണ്ട് ഇവർ ചെയ്തു തീർക്കേണ്ട ഒരു ജോലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയോ കോടിക്കണക്കിന് പാറ്റേണുകളെ അനലൈസ് ചെയ്യേണ്ടതാണ്. ഇത്രയും ആൾക്കാർ നിന്ന് മെനക്കെട്ടാൽ തന്നെ, വിശ്രമിക്കാതെ മെനക്കെട്ടാൽ തന്നെ 20,000 വർഷങ്ങളൊക്കെ എടുത്താൽ ചെയ്യേണ്ട ജോലിയാണത്. ഒന്ന് ആലോചിച്ച് നോക്കി, 20,000-ഓളം വർഷങ്ങളെ ആ ഒരു ജോലി ഈ 10 പേര് ഇത്രയും സമയം കൊണ്ട് ചെയ്തു തീർക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമാണോ? ഹ്യൂമൻസിനെ കൊണ്ട് നടക്കുന്ന കാര്യമാണോ? അതുകൊണ്ട് തന്നെ ഈ ജോലി ചെയ്യാനായിട്ട് അലന് വലിയ താല്പര്യമില്ല. എല്ലാവരും ആ ഒരു വർക്കിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അലൻ കുറച്ച് മാറിയിരുന്നുകൊണ്ട് മറ്റെന്തൊക്കെയോ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ള ടീം മെമ്പേഴ്സുമായിട്ട് അവൻ വലിയ കമ്പനിയൊന്നും ഉണ്ടാകുന്നില്ല കേട്ടോ. ഇതിനിടയിൽ ഫുഡ് കഴിക്കാനായിട്ട് ഇവരങ്ങോട്ടേക്ക് വന്ന് വിളിക്കുകയാണ് അലനെ. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, അലന്റെ നാക്കിന് ഒരു ഇച്ചിരി പ്രശ്നമുണ്ട്, ഒരുമാതിരി ഒരു കുണച്ച സ്വഭാവമാണ്. ഫുഡ് കഴിക്കാനായിട്ട് അവനെ അങ്ങോട്ടേക്ക് വന്ന് വിളിച്ച് ഇവന്മാരെ ഊക്കി വിടുകയാണ് അലന്. അതുപോലെ ഇവരൊന്നും ഒരു കഴിവില്ലാത്തവരാണ് എന്നുള്ള രീതിയിൽ അലൻ സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ആ കൂട്ടത്തിൽ തന്നെ അത്യാവശ്യം ജീനിയസ് ആയിട്ടുള്ള ഹ്യൂഗ് പറയാണ്, അലൻ നീ വെറുതെ ഇരുന്ന് ഇവിടുന്ന് മറ്റെന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരിക്കലും പോസിബിൾ അല്ലാത്ത ഒരു ന്യൂ ഐഡിയനെ കുറിച്ചാണ് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതൊന്നും നടക്കാൻ പോകുന്നില്ല. ശരിക്കും ഇവിടെ ഇരുന്നുകൊണ്ട് വർക്ക് ചെയ്യുന്നത് ഞങ്ങളാണ്, ഒരു ഇച്ചിരിയെങ്കിലും പ്രോഗ്രസ് ഉണ്ടാക്കുന്നത് ഞങ്ങളാണ് എന്ന് ഇവിടെ വെച്ച് അലൻ വീണ്ടും അവരെ ഊക്കി വിടുകയാണ്. അതായത് ചില സമയത്തൊക്കെ ചക്ക വെട്ടിയിടുമ്പോൾ മൊയില് ചാവുമല്ലോ, അല്ലാതെ നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു വർക്ക് ചെയ്യുന്നതല്ല, ഒരിക്കലും അത് പോസിബിൾ അല്ല. അതായത് അലൻ പറയുന്ന കാര്യങ്ങൾ 100% ശരിയാണ്, എന്നാൽ അവന്റെ ഭാഷ, അവന്റെ ആ ശൈലി വളരെ മോശമായിരുന്നു. കൂട്ടത്തിൽ ആ ഒരു ടീം മെമ്പേഴ്സുമായിട്ട് സൗഹൃദം സ്ഥാപിക്കാനോ അല്ലെങ്കിൽ നല്ല രീതിയിൽ പെരുമാറാനോ അവൻ ശ്രമിക്കുന്നേയില്ല. സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള മെമ്പേഴ്സിന് അവനോടൊരു വെറുപ്പ് തോന്നുമല്ലോ, തീർച്ചയായിട്ടും ആ ഒരു വെറുപ്പ് തോന്നുന്നുണ്ട്. ഇതിനുശേഷം അടുത്ത സീനിൽ വീണ്ടും 1951 പോവാണ്. ഡിറ്റക്റ്റീവ് നോക്ക് അലനെ കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിക്കാൻ തുടങ്ങുകയാണ്. അവന്റെ ഓരോ വിവരങ്ങൾ, അതായത് പ്രൊഫസറായിരിക്കുന്ന അവനെ കുറിച്ചുള്ള ഓരോ ഡാറ്റകൾ അനലൈസ് ചെയ്യാൻ നോക്കുമ്പോൾ അതെല്ലാം എന്താ പറയാ സീക്രട്ട് ആക്കി വെച്ചിരിക്കുകയാണ്. എന്തിനാണ് സാധാരണ ഒരു പ്രൊഫസറുടെ ലൈഫും അല്ലെങ്കിൽ അയാളുടെ ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ സീക്രട്ട് ആക്കി വെക്കുന്നത്? അതിന്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെ സീക്രട്ട് ആക്കി വെക്കണമെങ്കിൽ അതിന്റെ മുന്നിൽ എന്തെങ്കിലും ഒരു രഹസ്യം ഇല്ലാതിരിക്കില്ലല്ലോ. സോ ആ ഒരു രഹസ്യം തേടി ഇപ്പൊ ഈ ഒരു ഡിറ്റക്റ്റീവ് നോക്ക് പോവാണ്. ഇവിടെ സീൻ കട്ടായി വീണ്ടും 1939 കാണിക്കുകയാണ്. കമാൻഡർ ഡെന്നിസ് എങ്ങോട്ടോ പോവാൻ നിൽക്കുമ്പോൾ അതിവേഗത്തിൽ അങ്ങോട്ടേക്ക് അലൻ വരുന്നുണ്ട്. എന്തോ ഒരു കാര്യം പറയാനാണ്. എന്നാൽ ഡെന്നിസ് പറയാണ്, അവരുടെ ആ ഒരു കംപ്ലൈന്റിനെ കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ നീ നേരത്തെ അപ്പോയിന്റ്മെന്റ് എടുക്കണം. കംപ്ലൈന്റോ? എന്ത് കംപ്ലൈന്റ് എന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ ഈ കമാൻഡർ പറയാണ്, ബാക്കിയുള്ള ഒരു ടീം മെമ്പേഴ്സിന്റെ കൂടെയും വർക്കിനായിട്ട് നീ കോർപ്പറേറ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ടീമിൽ ആർക്കും നീ വേണമെന്ന് താല്പര്യമില്ല. അവരുടെ ആ ഒരു പരാതിയെ കാര്യമായിട്ട് തന്നെ ഞാൻ എടുക്കാൻ പോവാണ്. അതായത് അലനോട് വലിയ താല്പര്യമൊന്നും ഈ ഒരു കമാൻഡർക്കില്ല. എന്നാൽ അലൻ പറയുന്നത് അവന് അവരോട് കൂടെ വർക്ക് ചെയ്യാൻ താല്പര്യമില്ല. ഈ ഐഡിയ കൊണ്ടൊന്നും ഒരിക്കലും നിങ്ങൾ പറയുന്ന ഈ ഒരു മിഷൻ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. എനിഗ്മയിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു രഹസ്യ ഭാഷ ഡീകോഡ് ചെയ്യാനായിട്ട് പറ്റില്ല ഞങ്ങൾ മനുഷ്യർക്ക്. അതിന് പറ്റുക മിഷീനെ കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ആ ഒരു ഭാഷ ഡീകോഡ് ചെയ്യുന്നതിന് പകരം പുതിയൊരു മിഷീൻ തന്നെ കണ്ടുപിടിക്കണം എന്നുള്ള ഒരു പുതിയ ഐഡിയ തന്നെ അലൻ ഈ കമാൻഡറോട് പറയുന്നുണ്ട്. അതിനുവേണ്ടി അവർക്ക് കൊടുക്കുന്ന ആ ഒരു ഫണ്ട് അതെനിക്ക് തന്നൂടെ, ഏകദേശം ഒരു 100 പൗണ്ട്. അന്നത് വലിയ കാശാണ്. അത് കേട്ടപ്പോ കമാൻഡർ പറയാണ്, ഒന്ന് പോയുടെ ഇറക്കാവുന്നത്, നിന്റെ പ്രാന്തിന് കൂട്ടു നിൽക്കാനായിട്ട് എന്നെ കിട്ടില്ല. എല്ലാവർക്കും കൂടെ അനുവദിച്ച ആ ഒരു ഫണ്ട് എല്ലാം കൂടെ ഒറ്റക്കെടുത്ത് നിനക്ക് തരാനോ, അതും നിന്റെ ഭ്രാന്തമായ ഐഡിയക്ക് വേണ്ടിയിട്ട്. അതായത് അലൻ പറയുന്നത് സ്വന്തമായിട്ട് ചിന്തിക്കാൻ കഴിയുന്ന ഒരു മിഷീനെ ഉണ്ടാക്കണമെന്നാണ്. ആരും അന്നത്തെ കാലത്ത് അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുന്നു പോലുമില്ല. ബേസിക്കലി പറയുകയാണെങ്കിൽ അലൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കമ്പ്യൂട്ടർ കണ്ടുപിടിക്കാനാണ്. എന്തായാലും അലൻ പറയുന്ന ഒരു കാര്യവും കമാൻഡർ ഡെന്നിസ് അക്സെപ്റ്റ് ചെയ്യുന്നേയില്ല. അതിനു പുറമെ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, നിങ്ങളുടെ ടീമിന്റെ ലീഡർ അതിപ്പോഴും നിലവിൽ ഹ്യൂഗ് തന്നെയാണ്. ഒരു യുദ്ധത്തിൽ ജയിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് മേലുദ്യോഗസ്ഥരെ അല്ലെങ്കിൽ കമാൻഡർമാരെ അനുസരിക്കലാണ്, അച്ചടക്കാണ്. സോ നിന്റെ ടീം ലീഡർ ആയിട്ടുള്ള ഹ്യൂഗിനെ നീ അനുസരിക്കുക, അവർ തരുന്ന ഫണ്ട് ഉപയോഗിക്കുക, അവരുടെ കൂടെ ജോലി ചെയ്യാനായിട്ട് നീയും തയ്യാറാകുക. ഇതേ സമയത്ത് അലൻ ഒരു കാര്യം ഈ ഒരു കമാൻഡർ ഡെന്നിസിനോട് ചോദിക്കുകയാണ്, കമാൻഡർ എനിക്ക് ഓർഡർ തരുന്നത് ഹ്യൂഗ് ആണെങ്കിൽ കമാൻഡർ ഡെന്നിസ് ആയ നിങ്ങൾക്ക് ഓർഡർ തരുന്നത് ആരാണ്? ഇപ്പൊ കമാൻഡർ പറയാണ് വിൻസെന്റ് ചർച്ചിൽ, അതായത് ഈ നാട്ടിന്റെ പ്രസിഡന്റ്. അതിനു പുറമെ
കമാൻഡർ മറ്റൊരു കാര്യം പറയാണ്, ഇനി നിനക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അദ്ദേഹത്തോട് നിനക്ക് നേരിട്ട് പറയാം, ചുമ്മാ പറഞ്ഞതാണ് ഈ ഒരു കമാൻഡർ എന്ന ആ ഒരു പരിപാടി അലൻ അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. ഒരു കത്ത് എഴുതിയിട്ട് MI6ന്റെ ലീഡർ ആയിട്ടുള്ള സ്റ്റുവർട്ടിന് ആ ഒരു കത്ത് അവൻ കൊടുക്കുന്നുണ്ട്. അധികം വൈകിയില്ല അത് വിൻസെന്റ് ചർച്ചിലിന്റെ കയ്യിൽ കിട്ടുകയാണ്. അതിനുള്ള മറുപടിയും ഇങ്ങോട്ടേക്ക് വന്നു. അതായത് പുതുതായിട്ടുണ്ടാക്കിയ ഈ ഒരു ടീമിന്റെ ഹെഡായിട്ട് അലനെ നിയോഗിച്ചിരിക്കുകയാണ്. ഇവിടെ വെച്ച് കമാൻഡർ ഡെനീസിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. ടീമിന്റെ സകല ഉത്തരവാദിത്വവും അതിന്റെ അധികാരം അലന്റെ കയ്യിലാണ്. ആ അധികാരം കിട്ടിയ ഉടനെ തന്നെ ടീമിലെ 2-3 ആൾക്കാരെ അവൻ അപ്പം തന്നെ ഫയർ ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് ജർമ്മൻ ഭാഷ അറിയൂല, അതുപോലെ തന്നെ പസിൽസ് ഡീകോഡ് ചെയ്യുന്നതിൽ അവർ ഭയങ്കര വീക്കുമാണ്. അപ്പൊ അവരെ പോലുള്ളവർ എന്തിനാണ് ഈ ഒരു ടീമിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്? എന്നാൽ ടീമിൽ നിന്നും അപ്രതീക്ഷിതമായിട്ട് 2-3 പേരെ ഇങ്ങനെ പിരിച്ചുവിട്ടപ്പോൾ ബാക്കിയുള്ള ആളുകൾക്ക് വീണ്ടും അവനോട് ദേഷ്യവും വൈരാഗ്യവും വെറുപ്പും തോന്നി തുടങ്ങുകയാണ്. പ്രത്യേകിച്ചും ആദ്യത്തെ ടീം ലീഡർ ആയിട്ടുള്ള ഹ്യൂഗിന്. എന്നാൽ MI6ന്റെ തലവനായിട്ടുള്ള സ്റ്റുവർട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ അങ്ങനെ നോക്കി കാണുന്നുണ്ട്. എന്താണ് ഇവന്റെ ശരിക്കും ആ ഒരു പദ്ധതി, ഇവൻ എന്തേ ഉദ്ദേശിക്കുന്നത് എന്നിങ്ങനെ അയാൾ ആലോചിക്കുകയാണ്. അടുത്ത സീനിൽ ഈ അലന്റെ സ്കൂൾ ജീവിതം കാണിക്കുകയാണ്. ചെറുപ്പത്തിലെ ചെറിയ പ്രശ്നങ്ങളൊക്കെ അവനുണ്ടായിരുന്നു. അതായത് ഭയങ്കര അറപ്പും ചെടുപ്പിക്കായിട്ട് ചില പിള്ളേരുള്ള ഒരു പ്രശ്നമുണ്ടല്ലോ, OCD. ആ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ ഈ ബുള്ളിയായിട്ടുള്ള പയ്യന്മാര് അവനെ ഒന്ന് വല്ലാതെ ഉപദ്രവിക്കും. തിരിച്ചു കാട്ടാനൊന്നും ഒരു ധൈര്യം അവൻ ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം പലകയിട്ട ഒരു ഫ്ലോറിൽ അതിന്റെ അടിയിലായിട്ട് അവനെ കൊണ്ടുപോയി നിർത്തി. എന്നിട്ട് ആ ഒരു പലക മൂടി വെച്ചു. ഭയം കാരണം അലൻ നിലവിളിച്ചു. അതിൽ ആഞ്ഞടിക്കാൻ തുടങ്ങി. എന്നാൽ അവിടെ കിടന്ന അലൻ ഒരു കാര്യം മനസ്സിലാക്കി. അവർ ആഗ്രഹിക്കുന്നത് എന്റെ ഭയത്തെയാണ്, എന്റെ കരച്ചിലിനെയാണ്. ഞാനത് നിർത്തിയിട്ടുണ്ടെങ്കിൽ അവരവരുടെ പാട് നോക്കി പോവുമല്ലോ. സോ അവിടെ വെച്ച് അലൻ സൈലന്റ് ആവുകയാണ്. ആ പയ്യന്മാർക്കും അടുത്തു. അലനിപ്പോ പേടിയൊന്നും ഇല്ലെന്ന് കണ്ടപ്പോൾ അവർ അലനെ അവിടെ ഇട്ടുപോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ മറ്റൊരു പയ്യൻ ക്രിസ്റ്റഫർ അലനെ വന്ന് അതിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് എടുക്കുകയാണ്. അവിടെ മുതൽ രണ്ടുപേരും നല്ല ചങ്ങാതിമാരാവുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ അലനോട് ക്രിസ്റ്റഫർ ഒരു കാര്യം പറയാണ്, ആര് നിന്നെ തളർത്തിയാലും നീ തളരാൻ പാടില്ല. അതുപോലെ തന്നെ ഏറ്റവും കൂടുതലായിട്ട് അപമാനിക്കപ്പെട്ടവൻ അല്ലെങ്കിൽ കഴിവില്ല എന്ന് ബാക്കിയുള്ളവർ മുദ്ര കുത്തിയവൻ, അവനായിരിക്കും ഈ ലോകത്തിൽ മാറ്റം കൊണ്ടുവരാൻ പോകുന്നത്. അതായത് അവന്റെ കൂട്ടുകാരൻ ക്രിസ്റ്റഫർ നേരത്തെ തന്നെ അലൻ ഒരു ജീനിയസ് ആവുമെന്ന് അവന്റെ മൈൻഡിലേക്ക് അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇവിടെ സീൻ കട്ടായി വീണ്ടും 1939 തന്നെ വരികയാണ്. ടീമിന്റെ ഹെഡ് ആയ സമയത്ത് അലൻ അതിൽ നിന്നും കുറച്ചുപേരെ ഫയർ ചെയ്തല്ലോ. ഇപ്പൊ ടീമിൽ ആവശ്യത്തിന് ആളില്ല. അതുകൊണ്ട് തന്നെ പത്രത്തിൽ ഒരു പസിൽ കൊടുക്കുന്നുണ്ട്. അത് ക്ലിയർ ചെയ്യുന്ന ആൾക്കാർക്ക് ജോബ് ഓഫർ ചെയ്യാണ്. അത് ക്ലിയർ ചെയ്ത ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. അവരെ തന്നെ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ഇതിനുശേഷം അവിടെ വെച്ച് മറ്റൊരു ടെസ്റ്റും നടക്കുന്നുണ്ട്. അധികവും ആൺകുട്ടികൾ തന്നെയാണ് അങ്ങോട്ടേക്ക് വന്നത്. കൂട്ടത്തിൽ ഒരേ ഒരു പെൺകുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും ടെസ്റ്റിന് വന്ന് ഒരുപാട് വൈകിയതിനു ശേഷമാണ് ആ ഒരു പെൺകുട്ടി വരുന്നത്. അവളുടെ പേര് ജുവാൻ ക്ലർക്ക് എന്നാണ്. വേഗം തന്നെ അലൻ ആ ഒരു ജുവാന് വേണ്ടിയിട്ട് ഒരു പസിൽ കൊടുക്കുകയാണ്. 6 മിനിറ്റാണ് അവൾക്കത് സോൾവ് ചെയ്യാനുള്ള ഒരു സമയം. ഇത് കണ്ടപ്പോൾ അങ്ങോട്ടേക്ക് വന്ന് സ്റ്റുവർട്ട് ചോദിക്കുകയാണ്, 6 മിനിറ്റ് കൊണ്ട് അവൾക്കത് സോൾവ് ചെയ്യാൻ പറ്റും? ഈ പലൻ പറയാണ്, അത് ഉണ്ടാക്കിയത് ഞാനാണ്, എനിക്ക് തന്നെ 8 മിനിറ്റ് വേണം. അത് അവൾ ക്ലിയർ ചെയ്യുന്നു എന്നതിലല്ല കാര്യം, അതിനായിട്ട് അവൾ എടുക്കുന്ന സ്റ്റെപ്പുകൾ, അവൾ എന്ത് ചെയ്യുന്നു എന്നാണ് ഞാൻ നോക്കുക എന്ന് പറയണം. ഇവരിങ്ങനെ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അലനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 6 മിനിറ്റിനുള്ളിൽ ആ ഒരു പസിൽ സോൾവ് ചെയ്തുകൊണ്ട് ജുവാൻ വരികയാണ്. സ്പോട്ടിൽ തന്നെ അവൾ ഈ ഒരു ടീമിലേക്ക് അലൻ സെലക്ട് ചെയ്യുന്നുണ്ട്. അവനേക്കാൾ ജീനിയസ് ആണ് ജുവാൻ എന്ന് അവന് മനസ്സിലായി. അതിന്റെ കൂടെ തന്നെ വേറൊരു പയ്യനുണ്ട്. രണ്ടുപേരെയും ഈ ഒരു ടീമിലേക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ സീൻ കട്ടാവാണ്. വീണ്ടും അലന്റെ ആ ഒരു സ്കൂൾ ജീവിതം കാണിക്കുകയാണ്. അന്നത്തെ ആ ഒരു സംഭവത്തിന് ശേഷം ക്രിസ്റ്റഫറും അതുപോലെ തന്നെ അലനും നല്ല കൂട്ടുകാരായിട്ടുണ്ട്. രണ്ടുപേരും ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്ന് ഓരോ പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്രിസ്റ്റഫറിന്റെ കയ്യിൽ ഒരു പുസ്തകം ഉണ്ടായിരുന്നു. അതിൽ നിറയെ പസിലുകളായിരുന്നു, കുറെ കോഡ് ഭാഷകളും. എന്താണ് ഈ കോഡ് ഭാഷ എന്ന് ആദ്യമായിട്ട് കാണുന്ന അലൻ അതിനെക്കുറിച്ച് ക്രിസ്റ്റഫറോട് ചോദിക്കുകയാണ്. ക്രിസ്റ്റഫർ പറയാണ്, 2 വ്യക്തികൾ മറ്റാർക്കും മനസ്സിലാവാതിരിക്കാനായിട്ട് ഒരു രഹസ്യ ഭാഷയിലൂടെ സംസാരിക്കുന്നതിനാണ് ഈ കോഡ് ഭാഷ എന്ന് പറയുന്നത്. അപ്പൊ തന്നെ അലൻ അതിൽ വലിയ ഇൻട്രസ്റ്റ് കാണിച്ചിരുന്നു. ക്രിസ്റ്റഫർ അപ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിന്റെ ഈ ഒരു ഇൻട്രസ്റ്റ് കാണുമ്പോൾ ഈ മേഖലയിൽ നീ നന്നായിട്ട് വളരുമെന്ന് എനിക്ക് തോന്നുന്നു. വീണ്ടും അവന്റെ ഉറ്റ ചങ്ങാതിയായിട്ടുള്ള ക്രിസ്റ്റഫർ അലനെ കുറിച്ച് ഗസ് ചെയ്തു കേട്ടോ. ആ പറഞ്ഞതുപോലെ തന്നെ അലൻ ആ രീതിയിലുള്ള ഒരു സയന്റിസ്റ്റ് ആയി മാറുകയും ചെയ്തല്ലോ. വീണ്ടും പരീക്ഷണങ്ങൾ നടക്കുന്ന ആ ഒരു കാലഘട്ടത്തിലേക്ക് വരികയാണ്. അതായത് 1940 ഏകദേശം 1 വർഷം കഴിഞ്ഞു. പരീക്ഷണവുമായിട്ട് ഇവർ മുന്നോട്ടേക്ക് പോവാണ്. അതായത് അലന്റെ പദ്ധതി അനുസരിച്ച് സ്വയം ചിന്തിക്കാൻ കഴിയുന്ന ആ ഒരു മിഷൈൻ, അതിനന്ന് കമ്പ്യൂട്ടർ എന്നൊന്നും അവർ വിളിച്ചിട്ടില്ല, ആ ഒരു മിഷൈനെ അവർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് എല്ലാവരും ഡ്യൂട്ടിക്ക് വന്നിരിക്കുകയാണ്. 2-3 ദിവസമായിട്ട് ജുവാൻ ക്ലർക്ക് മാത്രം വരുന്നില്ല. എന്താ കാര്യം ചോദിച്ചപ്പോൾ അവള് വന്നിട്ടില്ല എന്ന് പറയാണ്. നേരെ ജുവാന്റെ വീട്ടിലേക്ക് അലൻ ചെല്ലുന്നുണ്ട്. അവിടെ എത്തിയപ്പോഴാണ് ജുവാന്റെ ആ ഒരു ഫാമിലി സിറ്റുവേഷൻ മനസ്സിലാവുന്നത്. അതായത് അവളുടെ വീട്ടുകാർ ട്രഡീഷണലാണ്, ഭയങ്കര ട്രഡീഷണലാണ്. ആണുങ്ങളുടെ കൂടെ രാത്രി കാലങ്ങളിൽ ജോലി ചെയ്യുക, പെൺകുട്ടികളില്ലാത്ത സ്ഥലം, ഒരുപാട് ദൂരെ പോയിട്ട് ജോലി ചെയ്യുക, ഇതിനൊന്നും ആർക്കും താല്പര്യമില്ലായിരുന്നു. എന്ന് അങ്ങോട്ടേക്ക് വന്ന ഹലൻ അവരോട്, അതായത് ജുവാന്റെ വീട്ടുകാരോട് നുണ പറയാണ്. ഈ ജോലി സ്ഥലത്ത് വേറെയും ഒരുപാട് സ്ത്രീകളുണ്ട്, പോരാത്തതിന് ഗവൺമെന്റിന്റെ കൺട്രോളിലാണ് ഈ ജോബ് മുഴുവൻ നടക്കുന്നത്, വളരെ സെക്യൂർ സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് അതൊക്കെ, സ്ത്രീകളൊക്കെ അത്രയും സുരക്ഷിതരായിരിക്കും എന്നൊക്കെ ഓരോന്ന് തള്ളി മറിച്ചിട്ട് അവസാനം ജുവാനെയും കൂട്ടി അലൻ നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. കാരണം ജുവാനും കൂടി ഈ ഒരു ടീമിലുണ്ടെങ്കിലേ വർക്ക് കറക്റ്റ് ആയിട്ട് മുന്നോട്ടേക്ക് പോകുള്ളൂ. എന്തായാലും ഇവിടെ സീൻ കട്ടായി വീണ്ടും 1951 വരികയാണ്. ഡിറ്റക്റ്റീവ് നോക്ക് കൂടുതലായിട്ട് ഈ അലനെ കുറിച്ച് അന്വേഷിക്കുകയാണല്ലോ. അവനെ കുറിച്ചുള്ള വിവരങ്ങൾ മുഴുവനും രഹസ്യമാക്കി വെച്ചിരിക്കുകയാണല്ലോ. എന്നാൽ രഹസ്യമാക്കി വെച്ച ആ ഒരു വിവരം തുറന്നു നോക്കിയപ്പോഴും അതിലൊരു തേങ്ങയില്ല, ബ്ലാങ്ക് ആയി കിടക്കുകയാണ്. അതായത് ഒരാളുടെ വിവരം മുഴുവനും വളരെ സെക്യൂർ ആൻഡ് സേഫ് ആയി എടുത്തു വെച്ചിട്ട് അതിൽ തന്നെ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി അയാൾക്ക് എന്തോ ഒരു നിഗൂഢത ഉണ്ട് എന്നല്ല അതിന്റെ അർത്ഥം. മേ ബി അയാൾ
ഒരു സ്പൈ ആയിരിക്കാൻ വരെയുള്ള സാധ്യതയുണ്ട്, അതായത് ഒരു ചാരൻ. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു നോക്ക് അലന്റെ പിന്നാലെ നടക്കുന്നതും അവനെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നതും. ഇവിടെ സീൻ കട്ടായി വീണ്ടും 1940 തന്നെ നമ്മൾ തിരിച്ചു വരികയാണ്. ആ ഒരു സമയത്തെല്ലാം രണ്ടാം ലോക മഹായുദ്ധം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോവാണ്. ഒരു കുറവുമില്ല, നാസികൾ തന്നെ മുന്നിട്ട് നിൽക്കുകയാണ്. അമേരിക്കയിൽ നിന്നും ഒരുപാട് ഭക്ഷ്യവസ്തുക്കൾ ഇപ്പൊ യൂറോപ്പിലേക്ക് വന്നിട്ടുണ്ട്, പ്രധാനമായിട്ടും ബ്രിട്ടനിലേക്ക്. വരുന്ന വഴിയിൽ ഭക്ഷണം കൊണ്ടുവന്ന ആ ഒരു കപ്പലിനെ പൂർണ്ണമായിട്ടും നാസികൾ തകർത്ത് കളയാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷണ സാധനങ്ങൾ യൂറോപ്പിലേക്ക് എത്തുന്നുമില്ല. യൂറോപ്പിലാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ക്ഷാമവും കാര്യങ്ങളും, പ്രധാനമായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബ്രിട്ടനിൽ ക്ഷാമവും കാര്യങ്ങളും വരുന്നുണ്ട്. നമ്മുടെ ടീമാണെങ്കിൽ എനിഗ്മ ആ ഒരു കോഡ് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കൂടെ നമ്മുടെ അലനാണെങ്കിൽ ആ ഒരു മിഷൻ മാത്രം ഉണ്ടാക്കുന്നതിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഇവർ കുറേ വർക്ക് ചെയ്തുകൊണ്ട് ഒരു പാറ്റേൺ ഉണ്ടാക്കി. എന്നാൽ പെട്ടെന്ന് അതിലൊരു മാറ്റം ഈ നാസികൾ വരുത്തുകയാണ്. ഇത്രയും നേരം ഇവർ വർക്ക് ചെയ്തത് വെറുതെ ആവാണ്. എല്ലാവരും ആകെ ഫ്രസ്ട്രേറ്റഡ് ആവുന്നുണ്ട്. പ്രധാനമായിട്ടും ആദ്യത്തെ ടീം ലീഡർ ആയിരുന്ന ഹ്യൂഗ് ദേഷ്യം വന്ന അവൻ ഇരുമ്പിന്റെ ഒരു വടി എടുത്തുകൊണ്ട് അലന്റെ അടുത്തേക്ക് വരികയാണ്. അവൻ ഫുൾ ടൈം ആ ഒരു മിഷൻ ഉണ്ടാക്കുന്ന കാര്യത്തിൽ മാത്രം ഒഴുകി നിൽക്കുന്നത്. ദേഷ്യം കൊണ്ട് ഹ്യൂഗ് അത് തല്ലി പൊളിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. നിനക്ക് ഈ ഒരു യുദ്ധം ഇല്ലാതാക്കണമെങ്കിൽ അല്ലെങ്കിൽ എല്ലാവരും സഹായിക്കണമെന്നുണ്ടെങ്കിൽ ഈ പ്രാന്ത് പിടിച്ച മിഷൻ അവിടെ വെച്ച് ആദ്യം വന്ന് ഈ ഒരു കോഡുകൾ ഡീകോഡ് ചെയ്യാൻ പറ്റുമോ നോക്ക്. അങ്ങനെ ഞങ്ങൾ സഹായിക്കേണ്ടത്. എല്ലാവരും വന്ന് വേഗം തന്നെ ഹ്യൂഗിനെ പിടിച്ചു വെക്കുകയാണ് കേട്ടോ. അതിനിടയിൽ പീറ്റർ എന്ന് പറഞ്ഞൊരു പയ്യൻ ആ ടീമിലല്ല, അവൻ വന്നിട്ട് പറയാണ് അത് തന്നെയാണ് ചെയ്യേണ്ടത്. വെറുതെ ഈ ഒരു മിഷന്റെ പിന്നിൽ നിന്ന് സമയം കളയണ്ട, ഞങ്ങളെ ഹെൽപ്പ് ചെയ്യ്. ആ ഒരു കോഡുകൾ ഡീകോഡ് ചെയ്യാനായിട്ട് ഞങ്ങളുടെ കൂടെ നിൽക്ക്. എന്റെ ചേട്ടനും ഇതുപോലെ യുദ്ധത്തിന് പോയിട്ടുണ്ട്, എനിക്ക് അവനെ രക്ഷിക്കണമെന്നുണ്ട്, ദയവ് ചെയ്ത് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന അലനോട് പറയാണ്. എന്നാൽ അലൻ പറയാണ് താൽക്കാലികമായിട്ട് നമുക്ക് ഈ ഒരു ഡീകോഡിംഗ് തന്നെ നടക്കുള്ളൂ, എന്നാൽ കാലാകാലം ഇതിങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കാൻ കഴിയില്ല. ഇതത്ര പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഈ ഒരു മെഷീൻ ഇല്ലാതെ നമ്മൾക്ക് പൂർണ്ണമായിട്ടും ഈ ഒരു രഹസ്യ നീക്കങ്ങളെ അല്ലെങ്കിൽ ആ ഒരു ഭാഷയെ ഡീകോഡ് ചെയ്യാൻ പറ്റില്ല. അവന്റെ ആ ഒരു മെഷീനെ കുറിച്ച് അലന് നല്ല കോൺഫിഡൻസ് ആണ്. എന്തായാലും എല്ലാവർക്കും അവനോടുള്ള ആ ഒരു ദേഷ്യം കൂടി വരികയല്ലാതെ ഒരു രീതിയിലും അവനോട് ആർക്കും ഒരു സ്നേഹം തോന്നുന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അലൻ ചുമ്മാ കുറച്ചു നേരം ഇരുന്ന് ആ ഒരു രഹസ്യ സന്ദേശമൊക്കെ ഡീകോഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതുമായിട്ട് തന്നെ ആ രാത്രി നേരെ ജുവാന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അവളുമായിട്ട് സംസാരിക്കുകയാണ്. കൂടുതലായിട്ട് അതിൽ ആ ഒരു രഹസ്യ വിവരങ്ങൾ എടുക്കുന്നുണ്ട്. പക്ഷേ എന്നും ഇതുപോലെയുള്ള ഈ രഹസ്യ വിവരം, ഈ കോഡുകൾ ഡീകോഡ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ മനുഷ്യരെ കൊണ്ട് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. പകരം നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ നിന്നെല്ലാം കിട്ടുന്ന ആ ഒരു പാറ്റേൺ എങ്ങനെയെങ്കിലും ഞാൻ ഉണ്ടാക്കുന്ന ആ ഒരു മെഷീനിലേക്ക് നമ്മൾ കയറ്റി വെക്കണം. അതിലൊരു പ്രോഗ്രാം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് നമ്മൾ ചിന്തിക്കാതെ ആ ഒരു മെഷീന് ചിന്തിക്കാൻ വിട്ടുകൊടുക്കണം. ശരിക്കും അങ്ങനെ ഒരു കൺസെപ്റ്റ് ആ കാലഘട്ടത്തിൽ ആദ്യമായിട്ടായിരുന്നു. ഇത് കേട്ട് അത്ഭുതപ്പെട്ടു പോയ ജുവാൻ പറയാണ്, എന്ത്, ഒരു മെഷീനെ കൊണ്ട് ചിന്തിപ്പിക്കാനോ? നിന്റെ 21ാമത്തെ വയസ്സിൽ നീ ഒരു പേപ്പർ പബ്ലിഷ് ചെയ്തില്ലേ, അതിൽ ഇതിനെക്കുറിച്ച് തന്നെയല്ലേ പറയുന്നത്? ശരിക്കും ഇങ്ങനെ ഒരു കാര്യത്തിനെ കുറിച്ച് അലൻ നേരത്തെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയെന്നല്ല, ചിന്തിക്കാൻ കഴിയുന്ന ഒരു മെഷീൻ അത് ഈ ലോകത്തിന് ആവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ഇങ്ങനൊരു ആവശ്യം വന്നപ്പോൾ അവൻ അവന്റെ ആ ഒരു ഐഡിയ പുറത്തേക്ക് എടുത്തു എന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇവിടെ മുതൽ തന്നെയാണ് നമ്മളുടെ ഇന്നത്തെ ഡിജിറ്റൽ കമ്പ്യൂട്ടർ, ഡിജിറ്റൽ സിസ്റ്റം എല്ലാത്തിന്റെയും ആ ഒരു തുടക്കം എന്ന് പറയുന്നത്. പക്ഷെ എന്താണോ അലൻ ചിന്തിക്കുന്നത്, അവൻ മനസ്സിൽ കാണുന്നത്, അത് ബാക്കിയുള്ളവർക്ക് കാണാൻ കഴിയുന്നില്ല. അവന്റെ കൂടെ അവർക്ക് ചിന്തിച്ചെത്താൻ കഴിയുന്നില്ല. എന്തിനാ പറയുന്നത്, ജുവാന് തന്നെ പറ്റുന്നുണ്ടോ എന്ന് സംശയമാണ്. പിറ്റേ ദിവസം രാവിലെ അലൻ നേരെ ഓഫീസിലേക്ക്, അതായത് അവരുടെ ആ ഒരു വർക്ക് ഫേസിലേക്ക് വരികയാണ്. അവിടെ കുറെ പട്ടാളക്കാരുണ്ട്. അലന്റെ കുറെ വസ്തുക്കളൊക്കെ അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെന്താണെന്നൊന്നും മനസ്സിലാവാതെ അലൻ എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോൾ ഇവരുടെ ഈ ഒരു കൂട്ടത്തില് ഒരു റഷ്യന്റെ ചാരനുണ്ട്. ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും റഷ്യയിലേക്ക് അയാൾ അറിയിക്കുന്നുണ്ട്, അതും ഒരു കോഡ് ഭാഷയിൽ. നന്നായിട്ട് തന്നെ അലൻ കോഡ് ഭാഷ ഉപയോഗിക്കുന്ന ആളായതുകൊണ്ട് എല്ലാവർക്കും അലന് സംശയം തോന്നിയിട്ടുണ്ട്. മാത്രമല്ല അലന് കൂട്ടുകാരോ ബന്ധുക്കളോ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു ഒറ്റയ്ക്കായ ജീവിതമായതുകൊണ്ട് തന്നെ അവൻ എല്ലാവരും സംശയിക്കുകയാണ്. എന്നാൽ ഒരുപാട് പരിശോധിച്ചെങ്കിലും അലൻ അങ്ങനെ എന്തെങ്കിലും ചെയ്തതായിട്ട് ഇവർക്ക് യാതൊരു തെളിവും ലഭിച്ചില്ല. അങ്ങനെ ലഭിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അലനെ ഇവിടെ വെച്ച് തന്നെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുമായിരുന്നു. എന്നാൽ അവന്റെ ഭാഗത്തൊന്നും കണ്ടെത്താത്തത് കൊണ്ട് അവനെ വെറുതെ വിടുകയാണ്. അലൻ വീണ്ടും അവന്റെ ആ ഒരു മിഷന്റെ അരികിലേക്ക് എത്തുകയാണ്. ഫുൾ ടൈം അതിൽ തന്നെ വർക്ക് ചെയ്യാണ് കേട്ടോ. എന്നാൽ അങ്ങോട്ടേക്ക് വന്ന ജുവാൻ ഇപ്പോൾ അലനെ വിളിക്കുകയാണ്. ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് ഒരു ബാറിലേക്ക് പോകാന്ന് പറയാണ്. അങ്ങനെ ആ ഒരു ബാറിലേക്ക് പോയിട്ട് രണ്ടെണ്ണം അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജുവാൻ പറയാണ്, നമ്മൾ ഇപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പാറ്റേൺ അല്ല, പുതുതായിട്ട് എന്തെങ്കിലും അതിലേക്ക് നമ്മൾ കൊണ്ടുവരണം. കുറെ ദിവസമായില്ലേ ഈ മിഷന്റെ ആ ഒരു പാറ്റേണിനെ കുറിച്ച് നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഒരു പ്രോഗ്രസും വന്നില്ലല്ലോ. ഇതേ നേരം തന്നെ അലന്റെ ടീമിൽ വർക്ക് ചെയ്യുന്ന ഹ്യൂഗ്, ജോൺ, പീറ്റർ ഇവരൊക്കെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇവരെ കണ്ട സമയത്ത് തന്നെ ജുവാൻ വളരെയധികം ഫ്രണ്ട്ഷിപ്പ് അവരോട് കാണിക്കുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ അവരോട് ഇടപഴകുന്നുണ്ട്. ഇത് കണ്ട അലൻ ഈ ജുവാനോട് ചോദിക്കണം, എന്തിനാണ് വെറുതെ അവരോട് കൂട്ടുകൊടുക്കുന്നത്, അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ഇവിടെ വെച്ച് ജുവാൻ നമ്മുടെ അലന് ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട്. എന്റെ പൊന്നാല, നീ എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്താലും ഇത് നിന്റെ ഐഡിയ ആണെങ്കിലും നിന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ആ മിഷീനെ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല. എനിക്മയെ നിനക്ക് ഡീകോഡ് ചെയ്യാൻ കഴിയില്ല. നിനക്കൊരു ബെറ്റർ ടീം ആവശ്യമാണ്. ഒരു ടീം വർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഇത്രയും വലിയൊരു കാര്യത്തെ നിനക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. നിന്റെ ഒരാളുടെ തലച്ചോറ് മാത്രം ഉപയോഗിക്കാതെ എല്ലാവരുടെയും തലച്ചോറ് അത് ഒരുപോലെ ഉപയോഗിക്കണമെങ്കിൽ അവരുമായിട്ട് നിനക്ക് നല്ലൊരു ബന്ധം വേണം. ഈ പറഞ്ഞ കാര്യങ്ങൾ അലൻ എന്തായാലും നല്ല രീതിയിൽ തന്നെ എടുക്കുകയാണ്. അവന് മനസ്സിലായി ഒരു ടീം വർക്ക് അതാണ് ആവശ്യം. പിറ്റേ ദിവസം തന്നെ നല്ല കുറച്ച് ആപ്പിൾ മേടിച്ചിട്ട് അവന്റെ ടീമിലെ എല്ലാവർക്കും ആ ഒരു ആപ്പിൾ കൊണ്ടുപോയി കൊടുക്കുകയാണ്. ഇതൊക്കെ ആദ്യമായിട്ടാണ് സംഭവിക്കുന്നത്. അവർക്ക് തന്നെ വല്ലാത്ത അത്ഭുതം തോന്നുകയാണ്. എന്തായാലും അലൻ പിന്നീട് ഓരോ തമാശകളൊക്കെ പറഞ്ഞ് അവരോട് കമ്പനി കൂടാൻ ശ്രമിക്കുകയാണ്.
ഇരിക്കുകയാണ്. അവർക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടോ. ഒരുമാതിരി ആ ഒരു മൊരട്ടൻ സ്വഭാവത്തിൽ നിന്നും അലൻ നോർമൽ ആയല്ലോ. എല്ലാവരോടും നല്ലൊരു കമ്പനിയൊക്കെ കൂടുന്നുണ്ടല്ലോ. അടുത്ത സീനിൽ വീണ്ടും നമ്മുടെ അലന്റെ കുട്ടിക്കാലത്തിലേക്ക് പോവാണ്. അതായത് അലന് ഈ ഒരു കോഡ് ഭാഷയോട് അപ്പം മുതലേ ഭയങ്കര താല്പര്യം തോന്നിയല്ലോ. അതുപോലെ തന്നെ അവന്റെ ഉറ്റ ചങ്ങാതിയായിട്ടുള്ള ക്രിസ്റ്റഫറിനും ഇതിനോട് വല്ല താല്പര്യം തോന്നിയിട്ടുണ്ട്. അപ്പൊ രണ്ടുപേരും അവർക്കായിട്ട് ഒരു കോഡ് ഭാഷയൊക്കെ ഉണ്ടാക്കിയിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു കോഡ് ഭാഷയിലൂടെ മറ്റാർക്കും തിരിയാത്ത രീതിയിൽ ചെറുപ്പകാലത്തിൽ തന്നെ സംസാരിക്കുകയൊക്കെ ചെയ്യായിരുന്നു. ഇവിടെ സീൻ കട്ടായി വീണ്ടും 1941 കൊണ്ടുപോവാണ്. ശരിക്കും ഈ ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ 2 വർഷം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ആ ഒരു മെഷീൻ ഉണ്ടാക്കുന്ന ആ ഒരു കാര്യത്തിൽ നിന്നും അലൻ അധികമൊന്നും മുന്നോട്ടേക്ക് പോയിട്ടില്ല. അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അവന്. ഇപ്പൊ ഒരു പാർക്കിൽ, അതായത് അവിടെ തന്നെ ഉണ്ടായിരുന്ന ചെറിയൊരു റിലാക്സ് ചെയ്യാനുള്ള ഏരിയയിൽ പോയിട്ട് ജോവാനും അലനും അങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹ്യൂ അങ്ങോട്ടേക്ക് വരിക. പണ്ടൊക്കെ ഹ്യൂഗിന് അലനോട് ഭയങ്കര ദേഷ്യമായിരുന്നു. എന്നാൽ ഹ്യൂഗ് ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് ഒരു ചെറിയ പ്ലാനുമായിട്ടാണ്. ഇവരുടെ ആ ഒരു പുതിയ മെഷീൻ ഉണ്ടല്ലോ, ആ മെഷീനിൽ കൊടുത്ത വയറുകൾ അതിന്റെ ആ ഒരു സ്ട്രക്ചറിൽ ഒരു മാറ്റം വരുത്തിയാൽ ഇപ്പൊ വർക്ക് ചെയ്യുന്നതിനേക്കാളും എത്രയോ ഇരട്ടി മടങ്ങിൽ അത് വർക്ക് ചെയ്യുന്ന ഹ്യൂഗ് പറയാണ്. വേഗം തന്നെ അലൻ ആ ഒരു ഡിസൈൻ അനുസരിച്ച് വയറുകളൊക്കെ മാറ്റുകയാണ്. പറഞ്ഞതുപോലെ തന്നെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കണ്ടോ, ടീം വർക്ക് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. അങ്ങനെ മെഷീൻ കൂടുതലായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. 24 അവർ മെഷീൻ അങ്ങനെ വർക്ക് ആവുന്നുണ്ട്. എന്നാൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനും പഠനം നടത്താനായിട്ട് കമാൻഡർ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇയാൾ വന്നിട്ട് കമാൻഡറോട് കാര്യങ്ങൾ പറയാണ്. മെഷീൻ ഉണ്ടാക്കി 24 മണിക്കൂറും വർക്ക് ആവുന്നുണ്ട്, എന്നാൽ അതുകൊണ്ട് നമുക്ക് യാതൊരു ഉപകാരം ഉണ്ടായിട്ടില്ല എന്ന് പറയാണ്. ദേഷ്യം വന്ന കമാൻഡർ വേഗം തന്നെ കുറച്ച് പട്ടാളക്കാരെയും കൂടിയിട്ട് ആ ഒരു പ്രൊജക്ട് ഇപ്പൊ തന്നെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് അങ്ങോട്ടേക്ക് പോകണം. അവരുടെ ആ ഒരു വരുത്ത് കണ്ടപ്പോൾ തന്നെ അലന് കാര്യം മനസ്സിലായി. ലാബിന്റെ ഉള്ളിൽ കയറിയിട്ട് ആ ഒരു വാതിലടച്ച് അവരുടെ ആ ഒരു വരവിനെ തടുക്കാൻ നോക്കിയെങ്കിലും നടന്നില്ല കേട്ടോ. അവരുള്ളിലേക്ക് വരികയാണ്. പൂർണ്ണമായിട്ട് മെഷീനെ ഷട്ട് ഡൗൺ ചെയ്യാണ്. 24 മണിക്കൂറും ഇത് വർക്ക് ചെയ്യാന്നല്ലാതെ യാതൊരു ഉപയോഗവും നമുക്ക് ഇതുകൊണ്ട് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇതിന്റെ ആവശ്യം ഇനി വേണ്ടാന്ന് പറയാണ്. എന്നാൽ അലൻ പറയാണ്, ദയവ് ചെയ്തിട്ട് ഞാൻ പറയുന്നത് മനസ്സിലാക്ക്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത്ര പെട്ടെന്നൊന്നും ഇത് പ്രോഗ്രസ് ഉണ്ടാവില്ല. എന്നാൽ ഇതിന്റെ വർക്ക് പൂർത്തിയായി കഴിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. ആ കാര്യത്തിൽ ഞാൻ വാക്ക് തരികയാണ് എന്നൊക്കെ പലതും അലൻ പറഞ്ഞു നോക്കി കമാൻഡർ മൈൻഡ് ആകുന്നില്ല. ഇതേ സമയത്ത് അങ്ങോട്ടേക്ക് വന്ന ഹ്യൂഗ് പറയാണ്, കമാൻഡർ പ്ലീസ് ദയവ് ചെയ്തിട്ട് അവൻ അവസരം കൊടുക്കണം. ഇനി ഒരു 6 മാസം കൂടെ. ഈ കമാൻഡർക്ക് ഹ്യൂഗിനെ ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും ഈ ഒരു പ്രൊജക്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് അവന് നല്ല കഴിവുണ്ട് എന്നൊക്കെയാണ് കമാൻഡർ വിചാരിക്കുന്നത്. സോ കമാൻഡർ ഡെന്നീസിന് താല്പര്യമുള്ള ഹ്യൂഗ് തന്നെ വന്നിട്ട് അലനെ കുറിച്ച് ഇങ്ങനെ പറയാണ്. അതായത് ഈ ഒരു മെഷീനാണ് നമ്മുടെ ഭാവി, അല്ലാതെ എന്ന് വരുന്ന ആ ഒരു കോഡ് ഡീകോഡ് ചെയ്തിട്ടൊന്നും യാതൊരു കാര്യമില്ല. അങ്ങനെ ഹ്യൂഗ് പറഞ്ഞതുകൊണ്ട് മാത്രം കമാൻഡർ അലന് വീണ്ടും 6 മാസം സമയം കൊടുത്തിരിക്കുകയാണ്. ഇപ്പൊ മനസ്സിലായില്ലേ ആ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തതുകൊണ്ടുണ്ടായിരുന്ന ആ ഒരു ഉപയോഗം എന്താണ്. ഇതിന് വീണ്ടും നമുക്ക് വേണമെങ്കിൽ ഒരു ടീം വർക്ക് എന്ന് പറയാം. ഇതിനുശേഷം ഹ്യൂഗ് അതുപോലെ തന്നെ അലൻ രണ്ടുപേരും കൂടിയിട്ട് ഒരു കോഫി കുടിക്കാനായിട്ട് നേരെ കഫേയിലേക്ക് ചെല്ലാണ്. അവിടെ എത്തി അലൻ ഹ്യൂഗിനോട് പറയുന്നുണ്ട്, എടാ സത്യമായിട്ടും ഞാനല്ല ഒരു സ്പൈ എന്ന്. എന്നാൽ ഹ്യൂഗ് അലനോട് പറയാണ്, അതെനിക്ക് ഉറപ്പാണ്. കാരണം അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്പൈ കോഡൊന്നും നീ ഉണ്ടാക്കാൻ പോകുന്നില്ല. ഇനി നീയാണ് സ്പൈ എങ്കിൽ നീ അയക്കുന്ന ആ ഒരു രഹസ്യ സന്ദേശം ഉണ്ടല്ലോ, അത് കട്ടിയുള്ള കഠിനമായ സാധനമായിരിക്കും. ഇവിടെ സീൻ കട്ടായി വീണ്ടും 1951 വരുന്നുണ്ട്. ഡിക്റ്റേറ്റീവ് ആണെങ്കിൽ അലനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട് അവന്റെ പിന്നാലെ തന്നെ നോക്ക് അങ്ങനെ ഒരു കാര്യം കണ്ടുപിടിക്കാണ്. അതായത് അലൻ മറക്കാൻ ശ്രമിക്കുന്നത് അവനൊരു സ്പൈയോ അല്ലെങ്കിൽ ഗവൺമെന്റിന് വേണ്ടി സീക്രട്ട് ആയിട്ട് ചെയ്ത ഒരു കാര്യമോ അങ്ങനെ ഒന്നുമല്ല. അവനൊരു ഹോമോസെക്ഷൽ ആണ്. അതായത് പുരുഷന്മാർക്ക് സ്ത്രീകളോടായിരിക്കുമല്ലോ താല്പര്യം, എന്നാൽ ചില ആളുകൾക്ക് പുരുഷന്മാരോട് തന്നെയായിരിക്കും താല്പര്യം. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ പറയുന്ന പേരാണ് ഹോമോസെക്ഷൽ. അങ്ങനെയുള്ള ഒരാളാണ് അലൻ. അതുകൊണ്ട് തന്നെ അതാണ് അലൻ മറയ്ക്കാൻ ശ്രമിച്ചത്. അതെങ്ങനെയാ മനസ്സിലായെന്ന് വെച്ചാൽ അവന്റെ വീട്ടിൽ നിന്നും കട്ട ഒരു കള്ളനെ ഈ ഒരു പോലീസുകാർ കൈയോടെ പൊക്കി. അവനാണ് ഈ ഒരു കാര്യങ്ങൾ പറയുന്നത്. ശരിക്കും അവനെ വീട്ടിലേക്ക് അലൻ വിളിച്ചു വരുത്തിയത് കാശ് കൊടുത്ത് ആ ഒരു പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ പരിപാടി എല്ലാം കഴിഞ്ഞപ്പോൾ അവൻ തിരിച്ചു പോകുമ്പോൾ സാധനങ്ങളൊക്കെ മോഷ്ടിച്ചുകൊണ്ട് അവൻ പോയി. സോ ഇങ്ങനെ ഒരു പ്രത്യേകതയും കൂടെ അലനുണ്ടായിരുന്നു. ഇവിടെ സീൻ കട്ടായി വീണ്ടും 1941 തന്നെ വരികയാണ്. ഒരു ദിവസം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അലന്റെ അടുത്തേക്ക് ഇപ്പോൾ ജുവാൻ വരികയാണ്. അവള് പറയാണ്, വീട്ടുകാർ ഇനി ജോലിക്ക് വിടും തോന്നില്ല, കാരണം ഞാനൊരു അവിവാഹിതയാണ്. അവരാണെങ്കിൽ പഴയ രീതിയിൽ ചിന്തിക്കുന്ന ആളാണ്. ഇപ്പൊ അലൻ പറയാണ്, എന്നാൽ ഞാൻ നിന്നെ ഇവിടെ വെച്ച് പ്രപ്പോസ് ചെയ്യാണ്. എന്റെ കൂടെ ജീവിക്കാനായിട്ട് നിനക്ക് താല്പര്യമുണ്ടോ? അതായത് അവളെ എങ്ങനെയെങ്കിലും ഈ ഒരു വർക്കിനായിട്ട് ഇവിടെ പിടിച്ചു നിർത്തണം. അതിനുവേണ്ടി മാത്രം അവളെ പ്രപ്പോസ് ചെയ്യാണ്. അവൾക്ക് അതിനോട് താല്പര്യം വന്നു. സോ ഇവർ കല്യാണം കഴിക്കാൻ പോണ്. അതിന്റെ പേരിൽ ഇവിടെ വെച്ചൊരു പാർട്ടി നടക്കുന്നു. എന്നാ പ്രശ്നം അതല്ല. അലന് ഒരിക്കലും ഒരു പെൺകുട്ടിയുമായിട്ട് ദാമ്പത്യ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. ഈ ഒരു കാര്യം അവന് നല്ല വിശ്വാസം ഉണ്ടായിരുന്ന അവന്റെ ടീമിലെ തന്നെ ജോണിനോട് പറയുന്നുണ്ട്. ജോണ് പറയാണ്, ഒരു കാരണവശാലും ഇത് പുറത്ത് ആരോട് നീ പറയണ്ട, പ്രത്യേകിച്ചും ജോവാനോട് ഇപ്പൊ നീ പറയേണ്ടത്. ഒന്നാമത് ഹോമോസെക്ഷുവാലിറ്റി ആ കാലഘട്ടത്തിൽ ശിക്ഷാർഹമായിരുന്നു. അതിനു പുറമെ കമാൻഡർ ഡെന്നീസ് ഒരു കാരണം കിട്ടാനായിട്ട് കാത്തിരിക്കുകയാണ്, എങ്ങനെയെങ്കിലും അലനെ പുറത്താക്കാനായിട്ട്. ഇവിടെയും സീൻ കട്ടാവാണ്. വീണ്ടും നമ്മുടെ അലന്റെ ചെറുപ്പകാലത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. ഒരു സമയത്ത് അവരുടെ ഒരു വെക്കേഷൻ കഴിഞ്ഞു. വെക്കേഷൻ എല്ലാം കഴിഞ്ഞ് അലൻ സ്കൂളിലേക്ക് വന്ന സമയത്ത് അവരുടെ ഒരു രഹസ്യ കോഡ് ഭാഷയുണ്ടല്ലോ, ആ കോഡ് ഭാഷയിൽ അവന്റെ ഉറ്റ ചങ്ങാതിയായിട്ടുള്ള ക്രിസ്റ്റഫറിനോട് ഐ ലവ് യു എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതായത് അവനോട് അവനൊരു താല്പര്യം വന്നിട്ടുണ്ടായിരുന്നു. ഇത് പറയാനായിട്ട് അവന്റെ അടുത്തേക്ക് പോയെങ്കിലും അവനൊന്നും വന്നിട്ടില്ലായിരുന്നു. ആ കാര്യം ക്രിസ്റ്റഫറിനോട് അലന് പറയാൻ കഴിഞ്ഞില്ല. ഇവിടെ സീൻ കട്ടായി വീണ്ടും 1951 വരികയാണ്. അലനെ കുറിച്ചുള്ള ഓരോ വിവരങ്ങൾ മനസ്സിലാക്കിയ
നോക്ക് ഇപ്പൊ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അലനോട് നേരിട്ട് ചോദിക്കാൻ തുടങ്ങുകയാണ്. ആദ്യമായി ചോദിക്കുന്നത് ഒരു മിഷീന് ചിന്തിക്കാൻ കഴിയുമോ എന്നാണ്. അലൻ പറയുന്നത് അങ്ങനെ ഞാൻ പറയുന്നില്ല, എന്നാലും നിങ്ങൾ ചിന്തിക്കുന്നതൊന്ന്, ഞാൻ ചിന്തിക്കുന്നതൊന്ന്, അതുപോലെ നിർമ്മിക്കപ്പെട്ട ആ ഒരു മിഷീൻ അത് ചിന്തിക്കുന്നത് മറ്റൊരു രീതിയിലാണ്. അങ്ങനെ നിങ്ങൾക്ക് ചിന്തിക്കാലോ. നിങ്ങളുടെ 21ാമത്തെ വയസ്സിൽ നിങ്ങളൊരു പേപ്പർ പബ്ലിഷ് ചെയ്തായിരുന്നല്ലോ. അതിനെക്കുറിച്ച് വീണ്ടും ഈ ഒരു ഡിറ്റക്റ്റീവ് ഓരോ കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു അലനോട് ചോദിക്കുകയാണ്. അതായത് ആ ഒരു പേപ്പറിൽ ചില കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, ഒരു ഇമിറ്റേഷൻ ഗെയിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി. അതെന്തിനാണ് ചോദിച്ചപ്പോൾ അലൻ പറയാണ്, നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഒരാള് അതൊരു മെഷീൻ ആണോ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ആണോ എന്ന് ഡിറ്റക്ട് ചെയ്യാനുള്ള ഒരു ചെറിയ ഗെയിം ടെസ്റ്റ് ആണ്. ഓക്കെ, അതെല്ലാം പോട്ടെ. 10 വർഷം മുന്നേ യുദ്ധം നടക്കുന്ന സമയത്ത് നിങ്ങൾ എന്തായിരുന്നു അവിടെ ചെയ്തിരുന്നത്? ഈ അലൻ പറയാണ്, ഞാനൊരു റേഡിയോ കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. അങ്ങനെയാണ് എന്നോട് കമാൻഡർ പറയാൻ പറഞ്ഞത്. എന്താണ് ശരിക്കും അലൻ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് ഇപ്പോഴും നോക്കിനോട് പറയുന്നില്ല. നോക്കിന് നന്നായിട്ട് അറിയാം അലൻ നുണ പറയാണ്, അവൻ മറ്റെന്തോ ആണ് അന്ന് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ വീണ്ടും നമ്മുടെ അലന്റെ ആ ഒരു ഗവേഷണം നടക്കുന്ന സമയത്തിലേക്ക് കൊണ്ടുപോവാണ്. ഇപ്പൊ 3 വർഷമായി, 1942 ആയിട്ടുണ്ട്. ആ ഒരു മെഷീന്റെ മേലെ അവൻ കഠിനമായിട്ട് വർക്ക് ചെയ്യാതെ ഇപ്പോഴും അത് പൂർണ്ണമായിട്ടില്ല. എന്താണ് അതിന്റെ ആ ഒരു പ്രോഗ്രാമിംഗ് സ്റ്റൈൽ എന്ന് അവന് മനസ്സിലാവുന്നില്ല. എന്തായാലും വർക്കിനിടയിൽ ആ ഒരു ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ മാറ്റാനായിട്ട് അലനും സബോർഡിനേറ്റ് ആയുള്ള എല്ലാ ആൾക്കാരും കൂടെ അവിടുത്തെ ബാറിലേക്ക് പോവാണ്. ഇതിനിടയിൽ അവിടെ ഉണ്ടായിരുന്ന ഹ്യൂഗിന് നമ്മുടെ ഈ ഒരു ജോവാന്റെ ഒരു കൂട്ടുകാരിയോട് ഒരു ഇഷ്ടം തോന്നുകയാണ്. അവളുടെ പേര് സാൻഡി എന്നാണ്. അപ്പൊ ചുമ്മാ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കിയിട്ട് ഈ ഹ്യൂഗും അലനും രണ്ടുപേരും കൂടി അവളോട് സംസാരിക്കാൻ ചെല്ലുകയാണ്. അപ്പൊ അലൻ പറയാണ്, ഈ ഹ്യൂഗ് പറയുന്നത് വർക്ക് ചെയ്യുന്ന 2 സ്ഥലത്തെ ഒരാണിനും പെണ്ണിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം തോന്നാറുണ്ട്, അങ്ങനെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയില്ല എന്ന്. ഇത് കേട്ടപാട് തന്നെ സാൻഡി പറയണേ, ഏയ് അത് അങ്ങനെയൊന്നുമല്ല, ഞാനും അതുപോലെ തന്നെ ഞങ്ങളുടെ വർക്കിന്റെ ഒരു ഭാഗമായിട്ടുള്ള ജർമ്മനിയിലുള്ള ഒരാളുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഡാറ്റകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് തവണ ഇതിങ്ങനെ ആയ സമയത്ത് ഞങ്ങളുടെ ഉള്ളിൽ ഒരു പ്രണയം വന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ട് വരെയില്ല. പക്ഷേ അവൻ പ്രണയപരമായിട്ട് ഓരോ കാര്യങ്ങൾ പറയുകയാണെങ്കിലും ആളൊരു കള്ളനാണ്, അവന് മറ്റൊരു പെണ്ണുമായിട്ടൊരു പ്രണയമുണ്ട്. ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന അലൻ നോർമലായിട്ട് ബാക്കിയുള്ളവർ ചിന്തിക്കുന്നത് പോലെയല്ല ചിന്തിച്ചത്. അലൻ ചിന്തിച്ചത് എങ്ങനെയാണ് ഈ ഒരു സാൻഡി പ്രണയിക്കുന്ന ആളയക്കുന്ന ഒരു മെസ്സേജ് അവൾക്ക് സെപ്പറേറ്റ് ആയിട്ട് അറിയാൻ കഴിയുന്നത്. ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതെങ്ങനെയാണെന്ന് അലൻ സാൻഡിയോട് ചോദിച്ചപ്പോൾ ഇപ്പൊ സാൻഡി പറയാണ്, അത് സിമ്പിൾ അല്ലേ, എല്ലാ മെസ്സേജിന്റെ തുടക്കത്തിലും അവനൊരു വേർഡ് എപ്പോഴും കോമൺ ആയിട്ട് വെക്കും, CYLLY, അതായത് സിലി എന്നാണ്. ഞാൻ പറഞ്ഞില്ലേ ഒരു പെണ്ണിനായിട്ട് അവന് പ്രണയമുണ്ടെന്ന്, മിക്കവാറും ഇത് അവളുടെ പേര് തന്നെയായിരിക്കും. കുറച്ചേരം ആലോചിച്ച അലനിപ്പോ ചാടി എഴുന്നേൽക്കാണ്. ഒരു പ്രണയത്തിന്റെ പേരിൽ ജർമ്മൻ രാജ്യം തോൽക്കാൻ പോകാന്ന് പറഞ്ഞിട്ട് അവൻ നേരെ ലാബിലേക്ക് ഓടുകയാണ്. പിന്നാലെ തന്നെ ഹ്യൂഗും ജോണും പീറ്ററും എല്ലാവരും ഓടുന്നുണ്ട്. എത്തിയ വാർഡ് തന്നെ ഇവർക്ക് കിട്ടിയ, അതായത് ഈ ജർമ്മൻസ് അയച്ച ഒരുപാട് രഹസ്യ ഡീകോഡ് ചെയ്യാൻ പറ്റാത്ത കുറെ വിവരങ്ങളുണ്ടല്ലോ. ഇതെല്ലാം നോക്കുമ്പോൾ ഇതിന്റെ തുടക്കത്തിലും അവസാനത്തിലും വെദർ, അതുപോലെ തന്നെ അവസാന ഭാഗത്ത് ഹെയിൽ ഹിറ്റ്ലർ എന്നുള്ള ആ ഒരു വാക്യങ്ങൾ അത് കോമൺ ആണ്. ഇത് ഇവരിപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. അപ്പൊ അതിന്റെ കൂടുതൽ ടെക്നിക്കലായിട്ടുള്ള ആ ഒരു ഇതിലേക്ക് ഞാൻ പോകുന്നില്ല. എന്തായാലും ഒരു പുതിയ പ്രോഗ്രാമിംഗ് ഇതിലൂടെ ഇവരുണ്ടാക്കിയെടുക്കുകയാണ്. അത് നമ്മുടെ അലൻ ഉണ്ടാക്കിയ ആ ഒരു മെഷീനിലേക്ക് കൊടുക്കുന്നുണ്ട്. അധികം വൈകാതെ ഇവർക്ക് ക്രാക്ക് ചെയ്യേണ്ട രഹസ്യ കോഡ് ഉണ്ടല്ലോ അതും അതിൽ വെക്കുകയാണ്. കുറെ നേരം കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഒരു മെഷീൻ പെട്ടെന്ന് സ്റ്റോപ്പ് ആവുകയാണ്. അതായത് അതിനർത്ഥം ആ മെഷീൻ ആ കോഡ് ക്രാക്ക് ചെയ്തിരിക്കുകയാണ്. ക്രാക്ക് ചെയ്ത ആ ഒരു കോഡ് ഉണ്ടല്ലോ നേരെ ഈ ഒരു ജർമ്മൻകാരുടെ കയ്യിൽ നിന്നും കൊണ്ടുവന്ന എനിഗ്മ മെഷീനിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. ആ മെഷീൻ എന്താക്കി അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. ഇവർക്ക് ആ ഒരു മെസ്സേജ് ഇപ്പൊ നോക്കി വായിക്കാൻ കഴിയും. എത്രയോ നേരം കൊണ്ട് എത്രയോ കഷ്ടപ്പെട്ട് ചെയ്യേണ്ട ആ ഒരു കാര്യമാണ് സിമ്പിൾ ആയിട്ട് ഇവർക്ക് ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റിയത്. 3 വർഷം അലൻ കഷ്ടപ്പെട്ടതിന്റെ ആ റിസൾട്ട് ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ആ രഹസ്യം മനസ്സിലായതോടുകൂടിയിട്ട് എന്താണ് നാസികൾ ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലായി. അതായത് ബ്രിട്ടനിൽ നിന്ന് വരുന്ന ഒരു വലിയ കപ്പലിനെ ഇന്ന സ്ഥലത്ത് വെച്ച് അറ്റാക്ക് ചെയ്യാൻ പോവാണ്. വേഗം തന്നെ ഈ ഒരു കാര്യം കമാൻഡർ ഡെന്നിസിനെ അറിയിക്കാനായിട്ട് ഹ്യൂഗോ ഫോൺ ചെയ്യാൻ നിൽക്കുമ്പോൾ അലൻ അതിനെ തടുക്കുകയാണ്. ഒരിക്കലും ഞാൻ ഇതിന് സമ്മതിക്കില്ല എന്ന് തന്നെ പറയാണ്. അവസാനം ദേഷ്യം വന്ന ഹ്യൂഗ് അലനെ അടിച്ച് താഴെടുകയാണ്. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോന്ന് ചോദിക്കുമ്പോൾ അലൻ പറയാണ്, ഒരിക്കലും ഈ ഒരു വിവരം അവരോട് പറയാൻ നിൽക്കരുത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിഗ്മയുടെ ആ ഒരു പാറ്റേൺ നമ്മൾ ക്രാക്ക് ചെയ്തു എന്ന് ഹിറ്റ്ലർക്കും അയാളുടെ ആളുകൾക്കും മനസ്സിലാകും. അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു പാറ്റേണിൽ മാറ്റം വരുത്തും. തീർച്ചയായിട്ടും നമുക്ക് കിട്ടുന്ന എല്ലാ വിവരങ്ങളും കൊടുക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും ഹിറ്റ്ലറും അയാളുടെ പോരാളികളും തീർച്ചയായിട്ടും തോക്കും. ആ തോൽവി 1-2 തവണ മാത്രമായിരിക്കും. അതോടെ അവർക്ക് മനസ്സിലാവും നമ്മൾ എനിഗ്മ ട്രാക്ക് ചെയ്തു എന്ന്. അതോടൊപ്പം തന്നെ അവരത് മാറ്റും, പുതിയൊരു പാറ്റേൺ കൊണ്ടുവരും. അതിലൂടെ എന്താ സംഭവിക്കുക, ഇത്രയും നാൾ നമ്മൾ കഷ്ടപ്പെട്ടത് അത് വെറുതെയാവും. അതുകൊണ്ട് ഒറ്റയടിക്ക് കയറി അവരുടെ എല്ലാ രഹസ്യത്തിലേക്കും ഇടപെടാതെ പയ്യെ 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 നുഴഞ്ഞു കയറണം. ഇത്രയും നാൾ നമ്മൾ കഷ്ടപ്പെട്ടത് എനിഗ്മയെ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ കഷ്ടപ്പെടേണ്ടത് ഈ ക്രാക്ക് ചെയ്ത വിവരം മറ്റാരും അറിയാൻ പാടില്ല എന്നുള്ളതാണ്. ഇതിനായിട്ട് ഇവർക്ക് അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരാളുടെ സഹായം ആവശ്യമാണ്. അലനും ജുവാനും ഇപ്പോൾ നേരെ കാണാൻ പോകുന്നത് MI6ന്റെ മേധാവിയായിട്ടുള്ള സ്റ്റുവർട്ടിനെയാണ്. സ്റ്റുവർട്ടിനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് എല്ലാ രഹസ്യവും ഞങ്ങൾ മനസ്സിലാക്കി എന്ന് അവർക്ക് തോന്നാത്ത രീതിയിൽ വേണം നിങ്ങൾ അറ്റാക്ക് നടത്താനായിട്ട്. അതിന്റെ ഒരു പൂർണ്ണ ഉത്തരവാദിത്വം അല്ലെങ്കിൽ എല്ലാ വിവരവും ഇപ്പൊ അലൻ ഉണ്ടല്ലോ സ്റ്റുവർട്ടിന് കൊടുക്കുകയാണ്. ഇതിനുശേഷം വീണ്ടും ലാബിലേക്ക് എത്താണ്. ഇവരുടെ ആ ഒരു വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് ഇവരുടെ ടീമിലുണ്ടായിരുന്ന പീറ്റർ, അലൻ എന്താണോ പറയുന്നത് അതൊന്നും കേൾക്കുന്നില്ല. കാരണം പീറ്റർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പ്രത്യേക വിവരം എത്രയും പെട്ടെന്ന് തന്നെ മുകളിലേക്ക് അറിയിക്കണം. അതായത് അവിടെ നടക്കാൻ പോകുന്ന ആ ഒരു നാസികളുടെ അറ്റാക്കിനെ എങ്ങനെയെങ്കിലും പ്രിവെന്റ് ചെയ്യണം.
പറയണമെന്ന്. കാരണം എന്താ, ആ ഒരു കപ്പലിൽ അവന്റെ ചേട്ടനുണ്ടായിരുന്നു. അങ്ങനെ പറയാനായിട്ട് അലൻ തയ്യാറായില്ല. കാരണം നാസികൾ ഈ ഒരു വിവരം അറിയും, ഇവര് ഡീകോഡ് ചെയ്തു എന്ന് മനസ്സിലാക്കും. സോ അതിനെ തടുത്തു നിർത്താൻ തന്നെ അലൻ തീരുമാനിച്ചു. അതുകൊണ്ട് നാസികൾ അവരെ അറ്റാക്ക് ചെയ്തു. അതിൽ ഈ പീറ്ററിന്റെ സഹോദരൻ മരണപ്പെട്ടു. അതിന്റെ ആ ഒരു ദേഷ്യത്തിലാണ് അവന്. എന്തായാലും അവന്റെ കൈ തട്ടി ഇപ്പൊ അലന്റെ കയ്യിലുണ്ടായിരുന്ന പേപ്പർ മുഴുവൻ താഴേക്ക് വീഴാണ്. ഒന്നും മൈൻഡ് ആകാതെ പീറ്റർ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ സമയത്താണ് അലൻ യാദൃശ്ചികമായിട്ടൊരു കാര്യം കാണുന്നത്. ഇവന്റെ തന്നെ ചങ്ങാതിയായിട്ടുള്ള ജോൺ ഉണ്ടല്ലോ, ജോണിന്റെ ടേബിളിൽ ഒരു ബൈബിള്. ചുമ്മാ ഒരു കൗതുകത്തിന് അത് മറിച്ചു നോക്കിയ സമയത്ത് ആ പേജിൽ തന്നെ ഒരു വാക്യം കണ്ട് അലൻ ഞെട്ടിപ്പോവാണ്. അതായത് റഷ്യയിലേക്ക് ഏതൊരു ചാരൻ ഇവിടുന്ന് വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്നുണ്ട്. അത് ബൈബിളിലെ വാക്യങ്ങളുടെ ആ ഒരു ഫോർമാറ്റിലാണ്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ റഷ്യയിലേക്ക് വിവരം കൊടുക്കുന്ന ആ ഒരു ചാരൻ അത് ജോൺ അല്ലേ? ജോണിനോട് ഈ ഒരു കാര്യം രഹസ്യമായിട്ട് അലൻ ചോദിച്ചപ്പോൾ ജോൺ തിരിച്ച് അലനെ ഭീഷണിപ്പെടുത്താണ്. നീ ഒരു ഹോമോസെക്ഷൽ ആണ്, ആ കാര്യം നീ എന്നോട് പറഞ്ഞു, ഇത് ഞാൻ പബ്ലിക്കാക്കും, നിനക്ക് ശിക്ഷ കിട്ടും, നീ ഒരു ടീമിൽ നിന്ന് തന്നെ പുറത്താവും. അതുപോലെ റഷ്യയും നമ്മളും തമ്മിൽ നല്ല സൗഹാർദ്ദത്തിലല്ലേ? അപ്പൊ ഇവിടെ നിന്നുള്ള വിവരങ്ങൾ റഷ്യയിലേക്ക് കൊടുത്തു വെച്ചിട്ട് എന്താ പ്രശ്നം? ഇനിയിപ്പോ എന്നെ പെടുത്താനാണ് നിന്റെ ഭാവമെങ്കിൽ ഞാനും നിന്നെ പെടുത്തെന്ന് പറയാണ്. എന്നാൽ അലൻ ആ ഒരു ഭീഷണിയിലൊന്നും വീഴുന്നില്ല. എത്രയും പെട്ടെന്ന് തന്നെ ഈ MI6ന്റെ ലീഡർ ആയിട്ടുള്ള സ്റ്റുവർട്ടിനെ വിളിച്ച് കാര്യങ്ങൾ പറയാൻ നോക്കുന്നുണ്ട്. എന്നാൽ അതത്ര സേഫ് അല്ലാത്തതുകൊണ്ട് പിന്നത്തേക്ക് മാറ്റി വെക്കുകയാണ്. ഇതിനുശേഷം വേഗം തന്നെ അലൻ ജുവാന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നാൽ അവളുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ അവൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് വന്നപ്പോൾ അവിടെ ജോവാൻ ഉണ്ടായിരുന്നില്ല. പകരം MI6ന്റെ തലവനായിട്ടുള്ള സ്റ്റുവർട്ട് ആയിരുന്നു. ഇതെന്താണ് സ്റ്റുവർട്ട് ഇവിടെ എന്ന് ചിന്തിച്ച് നിൽക്കുന്ന സമയത്ത് സ്റ്റുവർട്ട് കാര്യങ്ങൾ പറയാണ്. അതായത് ആ ഒരു സ്പൈ ആരാണെന്ന് മനസ്സിലായി, അത് ജോവാനാണ്. അതുകൊണ്ട് തന്നെ അവളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ഡീകോഡ് ചെയ്ത ഒരുപാട് പേപ്പറുകൾ അവളുടെ മുറിയിൽ വെച്ച് കിട്ടി. പെട്ടെന്ന് തന്നെ അലൻ പറയാണ്, അതൊരു കാര്യം ക്ലിയർ ചെയ്യാൻ വേണ്ടി ഞാൻ തന്നെ കൊണ്ടുവച്ചതാണ്. യഥാർത്ഥ സ്പൈ അത് ജുവാനല്ല, യഥാർത്ഥ സ്പൈ ജോൺ ആണെന്ന് പറയണം. ഇത് കേട്ട സമയത്ത് ഒരു കോസിലും ഇല്ലാതെ സ്റ്റുവർട്ട് അങ്ങനെ ഇരിക്കുകയാണ് അവനെ നോക്കിയിട്ട്. എന്നിട്ട് ഈ സ്റ്റുവർട്ട് പറയാണ്, അതും എനിക്കറിയാം, മാത്രമല്ല ഈ ജോണിനെ കൊണ്ട് ആ ഒരു കാര്യം ചെയ്യിപ്പിക്കുന്നതും ഞാനാണ്. അതായത് ജോൺ ഈ കാര്യം നേരത്തെ തന്നെ സ്റ്റുവർട്ടിനെ വിളിച്ചു പറഞ്ഞു, സ്റ്റുവർട്ട് ആണ് യഥാർത്ഥ ആ ഒരു സ്പൈ. സ്റ്റുവർട്ട് ഇവിടെ വെച്ച് അലനെ ഭീഷണിപ്പെടുത്തുകയാണ്. ഈ ഒരു വിവരം ആരും അറിയാൻ പാടില്ല. അതുപോലെ തന്നെ എനിക്ക് നിന്റെ ചില സഹായങ്ങൾ ആവശ്യമാണ്. പിന്നെ നേരത്തെ ഞാനൊരു കാര്യം പറഞ്ഞല്ലോ, ജുവാൻ ജയിലിലാണെന്ന്. ശരിക്കും അവൾ ഷോപ്പിങ്ങിന് പോയതാണ്, അവൾ ഇപ്പോൾ വരും. എന്നാൽ ഇവിടുന്ന് ഞാൻ ഉണ്ടാക്കുന്ന തെളിവുകൾ ഉപയോഗിച്ച് നേരത്തെ പറഞ്ഞതുപോലെ മിലിറ്ററി പ്രിസണിൽ എനിക്ക് അവൾ അടക്കാൻ കഴിയും. ഞാൻ പെടുത്തും. അത് ചെയ്യണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നീ ചെയ്തിരിക്കണം എന്ന് പറയണം. എന്ത് ചെയ്യണം എന്നറിയാതെ ആകെ കൺഫ്യൂഷനായ അലൻ വേഗം തന്നെ ജുവാനെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പറഞ്ഞു വിടാൻ നോക്കുന്നുണ്ട്. അവൾ പോകുന്നില്ല. അങ്ങനെ അവസാനം സഹികെട്ട് അലൻ പറയുന്നുണ്ട്, ഞാനൊരു ഹോമോസെക്ഷലാണ്. ഇത് പറഞ്ഞിട്ടും ജുവാന് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് പറയണം. എന്നാൽ അവളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന മറ്റൊരു കാര്യം കൂടെ അലൻ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് നിന്നോട് യാതൊരു തരം ഇഷ്ടവുമില്ല, സൗഹാർദ്ദവുമില്ല. എനിക്മ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിന്നോട് ഇങ്ങനെയെല്ലാം കാണിച്ച് നിന്നോട് അടുത്തുകൂടി വന്നത്. ഇത് വല്ലാതെ ജുവാന് ഹേർട്ട് ചെയ്തു. അവൾ ഒരൊറ്റ അടി കൊടുക്കുകയാണ്. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, ഞാൻ ഇവിടുന്ന് പോയില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നതാണ്. അങ്ങനെ പയ്യെ 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 ദിവസങ്ങൾ മുന്നോട്ടേക്ക് പോവാണ്. ഈ ജർമ്മൻകാരുടെ ഓരോ രഹസ്യ വിവരങ്ങളും എല്ലാം നമ്മുടെ അലനും അവളുടെ ആ ഒരു ടീമും കൂടെ ഡീകോഡ് ചെയ്യുന്നുണ്ട്. എല്ലാ വിവരങ്ങളൊന്നും മുകളിലേക്ക് കൊടുക്കുന്നില്ല. പകരം കുറച്ച് വിവരങ്ങൾ മാത്രം അതിന്റേതായ ആ ഒരു രീതിയിൽ ഉപയോഗിച്ച് പയ്യെ 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 യുദ്ധത്തിൽ ഇപ്പൊ ബ്രിട്ടൻ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. വർഷം 1945 ആയപ്പോഴേക്കും പൂർണ്ണമായിട്ടും ഹിറ്റ്ലറെയും നാസികളെയും ജർമ്മനിയെയും എല്ലാവരും കീഴ്പ്പെടുത്തി കളയാണ്. അതിന് പ്രധാന പങ്ക് വഹിച്ചത് തോക്കുകളോ വെപ്പൺസോ വലിയ വലിയ ബോംബുകളോ ആയിരുന്നില്ല. പകരം 6 ജീനിയസിന്റെ തലയായിരുന്നു. അവര് ഡീകോഡ് ചെയ്ത ഹിറ്റ്ലറിന്റെ രഹസ്യ കോഡുകളായിരുന്നു. എന്തായാലും യൂറോപ്പിൽ പഴയതുപോലെ തന്നെ സമാധാനം വരാൻ തുടങ്ങി. എന്നാൽ യുദ്ധത്തിന് ശേഷം അലനും അവന്റെ ആ ഒരു സംഘവും കൂടെ ഉണ്ടാക്കിയെടുത്ത ആ ഒരു ടെക്നോളജി അല്ലെങ്കിൽ ആ ഒരു വിവരം പൂർണ്ണമായിട്ടും നശിപ്പിച്ച് കളയാനായിട്ട് ഈ സ്റ്റുവർട്ട് പറയണം. കാരണം മറ്റൊരാളും ഈ കാര്യം ഇനി ഉപയോഗിക്കാൻ പാടില്ല മറ്റൊരു യുദ്ധത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ ആ എല്ലാ വിവരങ്ങളും നശിപ്പിച്ച് കളയാണ്. ഈ കാര്യങ്ങൾ മുഴുവനായിട്ടും 1951 അവനോട് കാര്യങ്ങൾ ചോദിച്ചിരുന്ന ആ ഒരു ഡിക്റ്റേറ്റീവിനോട് അലൻ ഇപ്പൊ തുറന്നു പറയാണ്. എല്ലാം കഴിഞ്ഞപ്പോൾ അലൻ ഈ ഒരു ഡിക്റ്റേറ്റീവിനോട് ചോദിക്കുന്നുണ്ട്, നമുക്കൊരു ഇമിറ്റേഷൻ ഗെയിം കളിച്ചാലോ? ഒരു ചോദ്യം ചോദിക്കാം, അതിനുള്ള ഉത്തരം പറഞ്ഞാൽ മതി. ഞാൻ യുദ്ധങ്ങളൊക്കെ വിജയിപ്പിച്ച ഒരു മനുഷ്യനാണോ അല്ലെങ്കിൽ ഒരു മെഷീനാണോ? ഇത് കേട്ട സമയത്ത് ഇയാൾക്ക് ഇപ്പൊ എന്താ പറയേണ്ടതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. അറിയില്ല എന്ന് പറയാണ്. കുറച്ചു നേരം അയാൾ അങ്ങനെ നോക്കിയിട്ട് അലൻ ഇവിടുന്ന് എഴുന്നേറ്റ് പോവാണ്. കാരണം അലൻ ഇങ്ങനെ ഉള്ളിലിടാൻ മാത്രമുള്ള തെറ്റൊന്നും അവൻ ചെയ്തിട്ടില്ല. ഇവിടെ സീൻ കട്ടായി വീണ്ടും അലന്റെ ചെറുപ്പകാലത്തിലേക്ക് പോവാണ്. അവനെ സ്കൂളിൽ നിന്നും പ്രിൻസിപ്പളുടെ റൂമിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വിളിച്ചിരിക്കുകയാണ്. എന്തിനാണെന്നറിയില്ല, ചെറിയൊരു ഭയത്തിലാണ് അലൻ നേരെ പ്രിൻസിപ്പലിന്റെ അടുത്തേക്ക് പോകുന്നത്. പ്രിൻസിപ്പൾ വന്നപാട് എന്നെ ചോദിക്കുകയാണ്, ക്രിസ്റ്റഫർ നിന്റെ ഒരു കൂട്ടുകാരനല്ലേ, ഉറ്റ ചങ്ങാതിയല്ലേ? അവന്റെ ഉള്ളിൽ ആകെ പേടി വരാൻ തുടങ്ങി. ഐ ലവ് യു എന്ന് ക്രിസ്റ്റഫറോട് പറയാൻ പോയത് ഇവരെങ്ങാനും അറിഞ്ഞോ എന്നുള്ള ഒരു പേടിയാണ് അവൻ. എന്നാൽ യഥാർത്ഥത്തിൽ അതായിരുന്നില്ല കാര്യം. വെക്കേഷൻ കഴിഞ്ഞ് ക്രിസ്റ്റഫർ വരാതിരുന്നതിന് കാരണം അവൻ മരണപ്പെട്ടു പോയി. കാരണം അവന് ട്യൂബർകുലോസിസ് ആയിരുന്നു. അവൻ അങ്ങനെ ഒരു രോഗം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അലനോട് അവൻ ഒരു തവണ പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവൻ മരണപ്പെട്ടു പോയി. അത് വല്ലാതെ തന്നെ ചെറിയ പ്രായത്തിൽ അലനെ തളർത്തി കളഞ്ഞിരുന്നു. വീണ്ടും 1951 തന്നെ തിരിച്ചു വരികയാണ്. അതായത് അലൻ ഒരു ഹോമോസെക്ഷൽ ആണെന്ന് മനസ്സിലായി. നിയമപരമായിട്ട് അവന് ശിക്ഷ ലഭിക്കുകയാണ്. 6 മാസത്തിന് ശേഷം അവൻ പുറത്തേക്ക് വന്നു. ഇപ്പൊ അവനെ കാണാനായിട്ട് അവന്റെ വീട്ടിലേക്ക് ജുവാൻ വരികയാണ്. വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു ഈ അലനിപ്പോ. സോ എന്തോ ഒരു വീട്ടു തടങ്ങില്ലാതെ തോന്നുന്നു അലനിപ്പോ. ഇപ്പൊ അലനോട് വന്നിട്ട് ജുവാൻ പറയാണ്, നീ ഒരു ഹോമോസെക്ഷൽ അല്ല എന്ന് ഞാൻ കോടതിയിൽ പോയി പറയാം, അതായത് ഞാനുമായിട്ട് നിനക്ക് ബന്ധമുണ്ടെന്ന് പറയാം. എന്നാൽ അതൊന്നും വേണ്ടെന്ന് പറയാണ്. ശിക്ഷ വിധിച്ച സമയത്ത് ജഡ്ജി 2 കാര്യങ്ങളാണ് ചോദിച്ചത്. ഒന്നില്ലെങ്കിൽ 2 വർഷം ജയിലിൽ കിടക്കണം,
അല്ലെങ്കിൽ 2 വർഷം ഹോർമോണൽ തെറാപ്പി നടത്തണം. 2 വർഷം ഞാൻ ജയിലിൽ പോവാണെങ്കിൽ ഞാൻ കണ്ടുപിടിച്ച ആ ഒരു മെഷീൻ ഉണ്ടല്ലോ പൂർണ്ണമായിട്ടും അവര് നശിപ്പിച്ചു കളയും. അതിന് മര്യാദക്ക് അവര് നോക്കില്ല. എനിക്കതിൽ റിസർച്ച് നടത്താനും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഹോർമോണൽ തെറാപ്പി വേണമെന്ന് പറഞ്ഞു. ആ ഒരു തെറാപ്പിയിലാണ് ഞാനിപ്പോ. പെട്ടെന്ന് തന്നെ ജോവാൻ ഇപ്പോൾ അലന് ഒരു പസിൽ കൊടുക്കുന്നുണ്ട്. അതൊന്ന് ക്ലിയർ ചെയ്യാൻ പറയുന്നുണ്ട്. എന്നാൽ അവന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു ഹോർമോണൽ തെറാപ്പി അവന്റെ മൈൻഡിനെ ബാധിച്ചിരിക്കുകയാണ്. അവന്റെ ആ ഒരു ബുദ്ധിയെ തന്നെ അത് കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള അലൻ എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയാണ്. അതായത് അവന്റെ മൈൻഡ് ഇപ്പോൾ പഴയതുപോലെ വർക്കാവുന്നില്ല എന്ന് ജോവാന് അവനെ സമാധാനിപ്പിക്കുകയാണ്. നീ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ലോകം പലപ്പോഴും കുറ്റപ്പെടുത്തിയ ആൾക്കാർ തന്നെയായിരിക്കും വിജയിക്കാൻ പോകുന്നത്. അവരായിരിക്കും ഈ ലോകത്തിൽ മാറ്റം വരുത്താൻ പോകുന്നത്. നീ ഇല്ലായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ യുദ്ധത്തിൽ ഞങ്ങൾക്ക് വിജയിക്കാൻ പറ്റുമായിരുന്നു. എന്തായാലും അവനെ ഒരുപാട് സമാധാനിപ്പിച്ച് ജോവാൻ അവിടുന്ന് പോവാണ്. വീണ്ടും 1-2 വർഷങ്ങൾ കഴിയാണ്. ഹോർമോണൽ തെറാപ്പിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഒരു ദിവസം രാത്രി അലനിപ്പോ അവനുണ്ടാക്കിയ ആ ഒരു പുതിയ മെഷീൻ ഉണ്ടല്ലോ അതിന്റെ അടുത്തേക്ക് പോവാണ്. അതിനവൻ പേര് വെച്ചത് ക്രിസ്റ്റഫർ എന്നാണ്. ക്രിസ്റ്റഫറിന്റെ അടുത്തേക്ക് പോയി പിന്നീട് സീനും കട്ടാവാണ്. പിന്നീട് എല്ലാവരും അറിയുന്നത് അലൻ ട്യൂറിംഗ് ആത്മഹത്യ ചെയ്തു എന്നാണ്. ഹോർമോണൽ തെറാപ്പി മാനസികമായിട്ട് അവനെ ബാധിച്ചു, അവനെ തളർത്തി. അത് അവസാനം അവന്റെ മരണത്തിലേക്കും എത്തിച്ചു. എന്നാൽ ഇതിനുശേഷം അവൻ ചെയ്ത ഒരു കാര്യമൊന്നും ആരും പുറത്തേക്ക് വിട്ടില്ല. പൂർണ്ണമായിട്ടും അത് വളരെയധികം രഹസ്യമാക്കി വെച്ചു. എന്നാൽ അവന്റെ മരണത്തിന്റെ 50 വർഷങ്ങൾക്ക് ശേഷം ഈ വിവരങ്ങളെല്ലാം എല്ലാവരും അറിഞ്ഞു. അവനുണ്ടാക്കിയ ഒരു മെഷീനെ കുറിച്ച് എല്ലാവരും അറിഞ്ഞു. ട്യൂറിംഗ് മെഷീൻ എന്നായിരുന്നു അതിനവർ പറഞ്ഞിരുന്നത്. ഇത് വെറും ഒരു കഥയല്ല, ഇതൊരു സത്യമാണ്, ഇതൊരു ചരിത്രമാണ്. അലൻ ട്യൂറിംഗ് അദ്ദേഹത്തിന്റെ ഫോട്ടോ ഞാൻ സ്ക്രീനിൽ വെക്കുന്നുണ്ട്. ഈ മനുഷ്യനാണ് ഇന്ന് നമ്മൾ കാണുന്ന ആധുനിക ഡിജിറ്റൽ ആയിട്ടുള്ള പലതരം ഡിവൈസുകൾ ഉണ്ടല്ലോ ഇതിന്റെയൊക്കെ തുടക്കത്തിന് കാരണമായിട്ടുള്ള ഒരു മനുഷ്യൻ. എന്തായാലും ഈ ലോകത്തിന് വേണ്ടി ഇത്രയോ വലിയൊരു കാര്യം ചെയ്ത ഈ ഒരു മനുഷ്യന്റെ ജീവിതം അങ്ങനെയൊക്കെ ആയിപ്പോയി. എത്രത്തോളം മഹാനാണെന്ന് വാഴ്ത്തേണ്ടതാണ്. പക്ഷേ അയാളുടെ പേഴ്സണൽ ലൈഫ് അതെന്താണെന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമേ ഇല്ല. അത് നോക്കിയാണ് അന്നത്തെ സമൂഹം അദ്ദേഹത്തെ വിലയിരുത്തിയതും പണിഷ്മെന്റ് ചെയ്തതും. എന്തായാലും കഥ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടമായാൽ നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.